ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. അതുപോലെ ഹോളിസ്റ്റിക് ഹെൽത്തിൻ്റെ പുതിയൊരു സെഷനാണിന്ന്. എറ്റിക്വിറ്റി, സാമാന്യ മര്യാദകൾ, നിയമങ്ങൾ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വലിയ അർത്ഥത്തിൽ പറയാം. ഈ മര്യാദ ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും നിയമങ്ങളൊക്കെ ഇത്ര വലിയ ഭരണഘടനയിലൂടെ സ്ഥാപിതമായിട്ടും, പക്ഷെ എന്നിട്ടും പ്രയോജനമൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്താണ് എറ്റിക്വിറ്റീസ്, ഏതൊക്കെ തരത്തിലുണ്ട്, എങ്ങനെയാണ് അതിനെ കാണേണ്ടത്, ഇങ്ങനെയുള്ളതിനെ കുറിച്ചൊക്കെ ഇന്ന് മോമൻ ടീച്ചറിലൂടെ നമുക്ക് കേൾക്കാം. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം വയനാട്ടിൻ്റെ പ്രിയതാരമായ മോമൻ ടീച്ചർ, യു ആർ വെൽക്കം. താങ്ക് യു സർ. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ പ്ലാറ്റ്ഫോം ഒരുക്കി തരുന്ന സാബു സാറിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട്, ടുഡേ ഐ എം ഗോയിങ് ടു പ്രസന്റ് എ ടോപ്പിക് റിലേറ്റഡ് ടു അവർ ഡെയിലി ലൈഫ്, എറ്റിക്വറ്റ്. ഷെയർ ചെയ്തേക്കട്ടെ സാറേ. ഫുൾ സ്ക്രീൻ ആയില്ല. അല്ലാതെ മാറിപ്പോയി. ഓക്കെ ഓക്കെ സാർ. അത് The invisible language of respect. Let us begin with a simple question about everyday behavior. ഇവിടെ ഇപ്പം നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ ആരാണ് ഹൂ ഗ്രീറ്റ്സ് ഹൂം ഫസ്റ്റ്? രണ്ടുപേരും കൂടി ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുമ്പോൾ ആരെയാണ് അല്ലെങ്കിൽ ആദ്യം ഷെയ്ക്ക് ചെയ്യുന്നത്, ഹാൻഡ് കൊടുക്കുന്നത് ആർക്കാണ്? നമ്മളൊരാളെ ആദ്യമായി മീറ്റ് ചെയ്യുമ്പോൾ, ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുമ്പോൾ ആരാണ് മറ്റേയാളെ ഇംപ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്? ഇവിടെയാണ് എറ്റിക്വിറ്റി റോൾ വരുന്നത്. നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ എപ്പോഴും മികച്ചതായിരിക്കണം. എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ മികച്ചതായിരിക്കണം. നമുക്കൊരാളെ കാണുമ്പോൾ അവരോട് നല്ല താല്പര്യം തോന്നണം. ജസ്റ്റ് ലൈക്ക് ദാറ്റ് നമ്മളോട് മറ്റുള്ളവർക്കും അതേപോലെ ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടായിരിക്കണം എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. നമുക്കൊരു ചെറിയ ഒരു കാര്യം ചെയ്യാം. നമ്മളെ മനസ്സിലാക്കുക. നോയിങ് യുവർ സെൽഫ് ഈസ് ദ ബിഗിനിങ് ഓഫ് ഓൾ വിസ്ഡം. അപ്പം നമുക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട്, നമുക്ക് സ്വയം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു പോസിറ്റീവ് ക്വാളിറ്റി പറയാം. നമ്മളെപ്പറ്റി നമുക്ക് ബെസ്റ്റായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി നമുക്ക് പറയാം. ഇത് പെട്ടെന്ന് പറയാൻ അവനവന് എളുപ്പത്തിന് വേണ്ടി ഞാൻ കുറച്ച് വേർഡ്സ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിലുള്ളത് തന്നെ പറയണമെന്നില്ല. യു മേ യൂസ് യുവർ ഓൺ വേർഡ്സ്. പേഷ്യന്റ്, കെയറിങ്, ഹരി സാർ പറയാൻ പോകുന്നുണ്ട്. ഇതിലുള്ളത് തന്നെ പറയണമെന്നില്ല സാർ. ഫ്രണ്ട്ലി. ഓക്കെ, ഇതിൽ എത്ര പേരെ കാണുന്നുള്ളൂ? കാണാത്തവർക്കും ഒരു അവനവന് ഒരു ധാരണ അവരവരെ പറ്റി. നമ്മുടെ ഏറ്റവും പോസിറ്റീവായ ഒരു നല്ല ഗുണം, നമ്മളെപ്പോഴും അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല. ഇപ്പം ഈ ഒരു സമയത്ത് നമുക്ക് അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കാം, ഇല്ലേ? പറഞ്ഞോളൂ. കാരിങ്, പേഷ്യന്റ്, ഓണസ്റ്റ്, ഇതെല്ലാം ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം.
അവനവനെ പറ്റി അവനവന് നല്ല വിശ്വാസം ഉണ്ടാവുമല്ലോ. ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? Kind and helpful. ഹെൽപ്ഫുൾ, കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. ഓക്കെ. Okay. ഇപ്പൊ എല്ലാവർക്കും അവരവരെ പറ്റി ഒരു ധാരണയായി അല്ലേ? ഇനി എറ്റിക്വറ്റ് നമുക്ക് എളുപ്പത്തിൽ പറഞ്ഞു പോകാൻ പറ്റും. ബിഫോർ ഐ ബിഗിൻ ലെറ്റ് മീ ഷെയർ എ സ്മോൾ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഞാൻ വളരെ ചെറുപ്പം മുതലേ ശവയ്ക്കുമ്പോൾ ഒച്ച കേൾപ്പിക്കുകയില്ലായിരുന്നു. അതൊരു വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ലായിരുന്നു എന്നത് ആരും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ അച്ഛൻ്റെ സുഹൃത്തുക്കൾ വീട്ടിൽ വരുമ്പം അത് ശ്രദ്ധിക്കുകയും അത് അവരെടുത്തു പറയുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഭക്ഷണം ശബ്ദമുണ്ടാക്കാതെ കഴിക്കുന്നത് ഒരു വിവരക്കേട് പോലെയാണ് അന്നൊക്കെ തോന്നിയത്. അന്ന് ഇതൊരു എറ്റിക്വറ്റ് ആണെന്ന് അറിയത്തില്ലായിരുന്നു. അതാരും അങ്ങനെ പ്രത്യേകം പഠിപ്പിച്ചതുമല്ല. പിന്നീട് മനസ്സിലായി മറ്റുള്ളവർക്ക് അസൗകര്യം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന ചെറിയ ശീലങ്ങളാണ് യഥാർത്ഥ എറ്റിക്വറ്റ്. ദാറ്റ് മെയ്ഡ് മീ ആസ്ക് എ ക്വസ്റ്റ്യൻ, വാട്ട് എക്സാക്ട്ലി ഈസ് എറ്റിക്വറ്റ്? My father never gave me a lecture on etiquette, but he appreciated small habits that showed respect for others. Our parents are our first teachers. They teach us values not only through instructions, but through the way they live. With love and gratitude, dedicated to my parents, my first teachers, and lifelong guides. നമുക്ക് മിക്കവാറും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീടുകളിൽ നിന്നാണ് കിട്ടുന്നത്, അച്ഛനമ്മമാരിൽ നിന്നാണ് കിട്ടുന്നത്. റെസ്പെക്ട് ഫോർ എൽഡേഴ്സ് ഈസ് നോട്ട് എ ഓൾഡ് ഫാഷൻഡ് വാല്യൂ, ഇറ്റ് ഈസ് എ ടൈംലെസ് എക്സ്പ്രഷൻ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. മുതിർന്നവരെ ബഹുമാനിക്കുന്നത് ഒരു പഴയ ഫാഷനായി മാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാലം എത്ര മാറിയാലും ട്രൂ എറ്റിക്വിറ്റ് ഈസ് ടൈംലെസ്. നല്ല പെരുമാറ്റത്തിന്റെ മൂല്യം മാറുകയില്ല. ട്രൂ എറ്റിക്വിറ്റ് ഈസ് ടൈംലെസ്. നമ്മൾ ഒരാളെ ബഹുമാനിക്കുന്നു എന്ന് എപ്പോഴും വാക്കുകൾ കൊണ്ട് പറയണമെന്നില്ല. ദ ഇൻവിസിബിൾ ലാംഗ്വേജ് ഓഫ് റെസ്പെക്ട്, എറ്റിക്വറ്റ്. നമ്മൾ വാക്കുകൾ കൊണ്ട് പറയാതെ തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് തന്നെ നമുക്ക് ഒരാളെ ബഹുമാനിക്കുന്നു അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവർ ബഹുമാനിക്കുമ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ സംസാരിക്കുന്ന ഭാഷയേക്കാൾ ശക്തമാണ് നമ്മൾ കാണിക്കുന്ന പെരുമാറ്റത്തിന്റെ ഭാഷ. അപ്പൊ എറ്റിക്വറ്റ് എന്ന് പറഞ്ഞാൽ ബഹുമാനത്തിന്റെ ഒരു നിശബ്ദമായ ഭാഷയാണ് എറ്റിക്വറ്റ്. നമുക്ക് ഈ നിശബ്ദ ഭാഷ ഡെയിലി ലൈഫിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. ഇമോഷണൽ ഇമ്പാക്റ്റ് ഓഫ് എറ്റിക്വറ്റ്. ഈ ഒരു ചിത്രം കാണിക്കാം. രണ്ടുപേരൊരു ബെഞ്ചിലിരുന്ന് ഫോണിലോ എന്തോ നോക്കുകയാണ്. പക്ഷെ ആ നോക്കിയത് എന്താണെന്ന് ചിലപ്പോൾ മറന്നു പോയേക്കാം. പക്ഷെ ആ പെരുമാറ്റത്തിലുണ്ടായ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് ചിലപ്പോൾ നമ്മൾ മറന്നു പോവില്ല. നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ മറന്നു പോകാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ അവരെ അതുപോലെ കെയർ ചെയ്ത് അവരെ അത് ആ ഒരു കണ്ടില്ലേ. ഇങ്ങനെയുള്ള കാഴ്ച ഇപ്പൊ കാണാൻ പറ്റില്ല. കാരണം കുട്ടികളൊക്കെ അവരവരുടെ ഫോണിൽ വേറെ നോക്കിയിരിക്കുകയായിരിക്കും. അവർ നോക്കുന്നതൊന്നും വലിയവർ കാണാനും പറ്റാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷെ ഇപ്പം ഈ ഒരു കാഴ്ച വളരെ സന്തോഷം തരുന്ന ഒരു കാഴ്ചയല്ലേ. പീപ്പിൾ മേ ഫോർഗെറ്റ് യുവർ വേർഡ്സ്, ബട്ട് ദേ നെവർ ഫോർഗെറ്റ് ഹൗ യു മെയ്ഡ് ദം ഫീൽ. ഇതിൽ എറ്റിക്വറ്റിന്റെ കുറേ വാക്കുകൾ തന്നിട്ടുണ്ട്. ഒരു ഫോർമാലിറ്റി അല്ല എറ്റിക്വറ്റ് എന്ന് പറഞ്ഞാൽ, ഒരു വെറും ഫോർമാലിറ്റി അല്ല. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് മെനി വാല്യൂസ്. ഇതിൽ കുറേ വാല്യൂസ് പറയുന്നുണ്ട്. എ സെറ്റ് ഓഫ് ബിഹേവിയേഴ്സ് ദാറ്റ് ഷോ റെസ്പെക്ട്, കൺസിഡറേഷൻ ആൻഡ് കൈൻഡ്നസ്. മുകളിലുള്ള എല്ലാം ചേരുന്നതാണ് എറ്റിക്വറ്റ്.
എറ്റിക്വറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ബിഹേവിയേഴ്സ് ദാറ്റ് ഷോ റെസ്പെക്ട്, കൺസിഡറേഷൻ ആൻഡ് കൈൻഡ്നസ്. അപ്പൊ നമുക്ക് നല്ല മര്യാദ ഉണ്ടെങ്കിൽ നമ്മൾ അവസാനം റെസ്പെക്ട്, കൺസിഡറേഷൻ, കൈൻഡ്നസ് ഈ വികാരങ്ങളെല്ലാം നമ്മളിൽ ഉണ്ടാവും മറ്റുള്ളവരോട്. വാട്ട് ഈസ് എറ്റിക്വറ്റ്? ദ ആർട്ട് ഓഫ് റെസ്പെക്റ്റ്ഫുൾ ലിവിങ്. ബഹുമാനത്തോടെ ജീവിക്കാനുള്ള ഒരു കലയാണ് എറ്റിക്വറ്റ്. എറ്റിക്വറ്റ് ഈസ് ദ customary code of polite behavior in society or among members of particular profession or group. നമ്മളൊരു ഗ്രൂപ്പിലായാലും വീട്ടിലായാലും എവിടെയായാലും നമ്മളുടെ സാമാന്യ മര്യാദകളുണ്ട്. ഹ്യൂമൻ ബീയിങ് ഈസ് എ സോഷ്യൽ ആനിമൽ ആൻഡ് ഇറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ഫോർ ഹിം ടു ബിഹേവ് ഇൻ എ അപ്രോപ്രിയേറ്റ് വേ. ഇപ്പം നമ്മൾ സോഷ്യൽ ആനിമൽ ആയതുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ വളരെ ശ്രദ്ധിച്ച് പെരുമാറേണ്ടതുണ്ട് മറ്റുള്ളവരോട്. എറ്റിക്വറ്റ് റെഫേഴ്സ് ടു ബിഹേവിങ് ഇൻ എ സൊസൈറ്റി റെസ്പോൺസിബിൾ വേ. ഒരു റെസ്പോൺസിബിൾ വേയിൽ സൊസൈറ്റിയിൽ എങ്ങനെ ജീവിക്കുന്നു. മര്യാദ മനുഷ്യന്റെ ആഭരണമാണ്. ഇവിടെ അതിലപ്പുറത്തേക്ക് ഒരു വാക്ക് പറയാനില്ല. മര്യാദ മനുഷ്യന്റെ ആഭരണമാണ്. സമൂഹത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറണം എന്നുള്ളതിന് ഒരു കോഡുണ്ട്. വൈ എറ്റിക്വറ്റ് മാറ്റേഴ്സ്? ഇങ്ങനെയുള്ള ഒരു മര്യാദയിൽ പെരുമാറുമ്പോൾ ഇറ്റ് ബിൽഡ്സ് ട്രസ്റ്റ്. എന്തിനാണ് ഈ മര്യാദകൾ പാലിക്കുന്നത്? ആ മര്യാദകൾ ഇല്ലെങ്കിൽ നമ്മൾ ആർക്കും വിശ്വാസം ഉണ്ടാവില്ല, ട്രസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ പെരുമാറ്റം കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു കംഫർട്ട് ഉണ്ടാവണം. സ്ട്രെങ്തൻസ്, അപ്പോൾ റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യും. ക്രിയേറ്റ്സ് പോസിറ്റീവ് ഇംപ്രഷൻസ്. നമ്മളെ പറ്റി ആളുകൾക്ക് പോസിറ്റീവ് ഇംപ്രഷൻ ഉണ്ടാവും. പീപ്പിൾ റിമെമ്പർ ഹൗ യു മെയ്ഡ് ദം ഫീൽ, നോട്ട് വാട്ട് യു സെഡ്. നിങ്ങൾ പറഞ്ഞത് ചിലപ്പോൾ അവർ മറന്നു പോയേക്കാം, പക്ഷെ നിങ്ങൾ കൊടുത്ത ആ ഫീലിംഗ് അതവർ ഒരിക്കലും മറക്കില്ല. ഇതൊരു അധ്യാപകൻ ആ കുട്ടിയെ കെയർ ചെയ്യുന്നതാണ്. ആരെങ്കിലുമൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? ഇഷ്ടപ്പെട്ട ആളുകളെ, മറക്കാൻ പറ്റാത്ത ആളുകളെ ഓർമ്മ വരുന്നുണ്ടോ? അധ്യാപകരെയോ സുഹൃത്തുക്കളെയോ? പത്മ മാം, അമർജ്യോതി മാം, ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? നിങ്ങളെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച വ്യക്തി എന്തുകൊണ്ടാണ് ഓർമ്മയിൽ നിൽക്കുന്നത്? ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ തന്നെ അത് എന്തുകൊണ്ടാണ്? ഒരു കരുതലാണ്, ഒരു കരുതൽ. അവരുടെ ആ പെരുമാറ്റത്തിലുള്ള ഉണ്ടായിരുന്ന കരുതൽ അല്ലേ? ഓമന ടീച്ചറെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അതെ സർ. കോട്ടയം പുഷ്പനാഥ് എന്ന ടീച്ചർ ഉണ്ടായിരുന്നു, UP സ്കൂളിൽ പഠിക്കുമ്പോൾ. അയാൾ ഡിറ്റക്റ്റീവ് നോവലിസ്റ്റ് ആയിരുന്നു. എന്നോട് വളരെ സ്നേഹമായിരുന്നു അദ്ദേഹത്തിന്. എന്ത് ചോദിച്ചാലും ഞാൻ മറുപടി പറയും. അപ്പോൾ എൻ്റെ തലയിലൊക്കെ കൈവച്ച് തലോടി വളരെ സ്നേഹത്തോടുകൂടി എന്നോട് പെരുമാറും. അപ്പം അത് ഞാൻ എന്നും നന്ദിയോടുകൂടി ഓർമ്മിക്കുന്ന ഒരു അധ്യാപകനായിരുന്നു കോട്ടയം പുഷ്പനാഥ്. മരണപ്പെട്ടുപോയി. അദ്ദേഹത്തിന്റെ ഒരു ഡിറ്റക്റ്റീവ് നോവലിസ്റ്റ് ആയിട്ട് കേട്ടിട്ടുണ്ട്. ഇതൊരു പുതിയ അറിവാണ് സാറിന്റെ മനസ്സിലുള്ള. അതേ ഇവിടെ 58, 59, 60 കാലത്ത് ഇവിടെ ഒരു എയ്ഡഡ് UP സ്കൂൾ അധ്യാപകനായിരുന്നു ടീച്ചറെ. സാറിന്റെ മുക്കത്തിലെഴുത്ത് ചെറിയ കുട്ടിയായിരുന്നപ്പോഴുള്ള ഓർമ്മ ഇപ്പോഴും നിലനിൽക്കുന്നു. താങ്ക് യു സർ. അപ്പം അദ്ദേഹത്തിന്റെ ആ വലിയ അറിവല്ല സാറിനെ ഓർമ്മയിൽ നിൽക്കുന്നത്. അദ്ദേഹം അന്നത്തെ ഏറ്റവും വലിയ പണക്കാരനായതുകൊണ്ടുമല്ല. പിന്നെയോ അദ്ദേഹത്തിന്റെ വാത്സല്യം, ദ വേ ഹി മെയ്ഡ് യു ഫീൽ അല്ലേ? ഈ ചിത്രത്തിൽ ഒരു അധ്യാപകൻ ഒരു കുട്ടിയോട് വളരെ കരുതലോടെ പെരുമാറുകയാണ്. ആ ഒരു പേഷ്യൻസ് ആൻഡ് കെയർ, അത് എറ്റിക്വറ്റയുടെ ഭാഗമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ചെറിയ ആക്ഷനുകളുടെ സ്വാധീനം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? ഓരോരുത്തരും ഇപ്പൊ ഓരോന്ന് ഓർത്തു വരുന്നുണ്ടാവില്ലേ? പറയാനുണ്ടോ, ഷെയർ ചെയ്യാനുണ്ടോ മാം? മാം, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്റെ BEd പഠിപ്പിച്ചൊരു ടീച്ചർ ഉണ്ടായിരുന്നു, വളരെ സ്നേഹമുള്ള. അപ്പൊ ഞാൻ ഓർത്തിനെ ഞാനൊരു ടീച്ചറായാലും ഇതുപോലെ ആയിരിക്കും.
ടീച്ചർ അങ്ങനെ കെയർ ചെയ്യുന്നു ഒക്കെ. ഇപ്പൊ ആളുകൾക്ക് കൂടുതൽ വേണ്ടത് കെയറിങ് ആണ്, അല്ലേ? യെസ് യെസ്. അപ്പൊ നമുക്ക് മറ്റുള്ളവരുടെ റെസ്പെക്ട് കിട്ടണമെങ്കിൽ റെസ്പെക്ട് ബിഗിൻസ് വിത്ത് സെൽഫ്. അത് നമ്മളിൽ നിന്ന് തുടങ്ങണം. നമുക്ക് ആദ്യം ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ടാവണം. നമുക്ക് സെൽഫ് റെസ്പെക്ട് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? പേഴ്സണൽ ഹൈജീൻ, അപ്രോപ്രിയേറ്റ് ഡ്രസ്സിങ്, സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് സെൽഫ് റെസ്പെക്ട്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സ്വയം ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മുടെ വ്യക്തി ശുചിത്വം, നമ്മൾ പോകുന്ന സ്ഥലത്തിന് അനുയോജ്യമായ വസ്ത്രമാണ് ധരിക്കേണ്ടത്. നമ്മൾ സ്വയം ഒരു അച്ചടക്കം പാലിക്കും എവിടെ ചെന്നാലും, ഇല്ലേ? ആ സ്ഥലത്തിനനുസരിച്ചുള്ള ഒരു അച്ചടക്കം പാലിക്കും. അപ്പൊ എൻ്റെ തമിഴ്നാട്ടിലുള്ള എൻ്റെ ഫ്രണ്ട് എന്നോട് പറയും, നമ്മുടെ വീട്ടിലെ ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു സിസ്റ്റം കുറവാണ്. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുവാണെങ്കിൽ നമ്മൾ മുഷിഞ്ഞ ഡ്രസ്സായിടുന്നെങ്കിൽ ഗസ്റ്റ് വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി റെഡിയായി നിൽക്കും. അപ്പം നമുക്ക് അങ്ങനെ ഒരു ശീലം ഇവിടെ കുറവാണ്. പക്ഷെ തമിഴ്നാട്ടിൽ അങ്ങനെ നിർബന്ധമാണ്. നമ്മളെ മോശം ഡ്രസ്സിലാണ് നിൽക്കുന്നതെങ്കിൽ അവരെ നമ്മൾ മാനിക്കുന്നില്ല, വന്ന ആളുകളെ നമ്മൾ മാനിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ എല്ലാവരും മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കും ആരെങ്കിലും വരുമ്പോൾ. എന്ന് വെച്ചാൽ ഞാൻ വലിയ ജോലി ചെയ്യുന്ന ആളാണ്, ഞാൻ ജോലി ചെയ്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുന്ന ഒരാളാണ് എന്ന് കാണിക്കാനാണ് താല്പര്യം. ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. ശരിയാണോ അമൃതജ്യോതിമ? മാം അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ഞാനൊക്കെ എപ്പോഴും ഗസ്റ്റ് വരുന്നുണ്ടേ അന്ന് നല്ല ദിവസം. അത് ഇപ്പൊ നമുക്കൊക്കെ അറിയാം. പക്ഷെ പണ്ടേ മുതലുള്ള ഒരു ശീലം, ആ ഒരു ശീലം നമുക്കില്ലാത്തതാണ്. ശരിയല്ലേ? വീട്ടിൽ നിൽക്കുമ്പോ ഡ്രസ് എവിടെയെങ്കിലും പോകാനല്ലേ നമ്മൾ ഡ്രസ്സ് മാറുന്നത്. അല്ല, പക്ഷെ വീട്ടിലാരെയും ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അവര് വരുമ്പോഴത്തേക്ക് ഡ്രസ്സ് മാറിയിരിക്കും. ഇപ്പൊ ഉണ്ടായ ഒരു സിസ്റ്റമാണ്. അത് നല്ലതാണ്. അവർക്ക് നമ്മളോട് കുറച്ചും കൂടി, നമുക്ക് അവരെ സ്വീകരിക്കാനും അവർക്ക് നമ്മളോട് പെരുമാറാനും കുറച്ചും കൂടി ആപ്പോട്ട് വർദ്ധിക്കുന്ന ഒരു കാര്യമാണത്, അല്ലേ? അതെ മാം. വീട്ടിലാണെങ്കിലും എനിക്ക് നല്ല ഡ്രസ്സെല്ലാം ഇട്ട് നിൽക്കാനാണ് ഇഷ്ടം രാവിലെ തന്നെ. പിന്നെ ഒരു കാര്യമുണ്ട്, പണ്ടൊന്നും ഇതുപോലെ നമുക്ക് ഡ്രസ്സ് ഇല്ലായിരുന്നു, അല്ലേ മാം? അതെ. എന്നാലും എന്റെ ശീലം എന്റെ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് ബ്രഷിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്രഷ് ചെയ്തെല്ലാം കഴിഞ്ഞാല് നീറ്റായിട്ട് നിൽക്കുവാന്നുള്ള. ഇതുവരെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റീനെ. ഇനിയിപ്പൊ നമ്മള് പ്രായമാവും തോറും അസുഖം വരുമോ, നമ്മളെ രീതിക്കല്ലാതെ ആവോ ചെയ്യുമെന്നറിയില്ല. കഴിയുന്നത് നമ്മള് മാനസികമായിട്ട് സ്വസ്ഥമായിരിക്കും അങ്ങനെ ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. അതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നില്ലേ? അത് എറ്റിക്യൂറ്റയുടെ ഭാഗമാണ്. കോൺഫിഡൻസ്. റെസ്പെക്ട് അല്ലെങ്കിൽ എറ്റിക്യൂറ്റ് ബിഗിൻസ് അറ്റ് ഹോം. റെസ്പെക്ട് പേരൻസ്, അപ്രിസിയേറ്റ് ഫാമിലി, ലിസൺ പേഷ്യൻ്റ്ലി, യൂസ് കൈൻഡ് വേർഡ്സ്. ഇപ്പൊ ഇതൊരു ഫാമിലിയാണ്, അവരൊരുമിച്ച് ഡൈനിങ് ടേബിളിൽ ചുറ്റും ഇരിക്കുവാണ്. ഇങ്ങനെ ഈ സമയത്താണ് കുട്ടികൾക്ക് ചില കാര്യമായ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടാകുന്നത്, അല്ലേ? ശരിയല്ലേ? മിക്ക വീടുകളിലും ഈ ഒരു എന്താ പറയാ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം എന്നുള്ളത് ഇപ്പം പറഞ്ഞു കൊണ്ടിരുന്നത് പോലെയാണ്. അങ്ങനെയുള്ള വീടുകൾ ഉണ്ടാവും. പക്ഷെ ഭയങ്കര പണിത്തിരക്കിന്റെ ഇടയിൽ പെടുന്നത് പോലെ ആളുകളൊക്കെ പല സമയത്ത് ഭക്ഷണം കഴിക്കുന്നതാണ് ഞാൻ കൂടുതൽ വീടുകളിലും കണ്ടിട്ടുള്ളത്. നേരത്തെ ഇപ്പം കുറച്ചും കൂടി ശ്രദ്ധിക്കുന്നുണ്ടോന്ന് അറിയില്ല. ഈ ഒരു ഇരിപ്പില് പേരൻസിനെ റെസ്പെക്ട് ചെയ്യാനും ഫാമിലി മെമ്പേഴ്സിനെ അപ്രിസിയേറ്റ് ചെയ്യാനും എല്ലാ നല്ല ശീലങ്ങളും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഡൈനിങ് ടേബിളിൽ നിന്നാണ് തുടങ്ങുന്നത്. പക്ഷെ പിന്നെ കണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, ട്രൂ എറ്റിക്യൂറ്റ് ബിഗിൻസ് വേർ നോ വൺ ഈസ് വാച്ചിങ് അറ്റ് ഹോം. നമ്മുടെ വീടുകളിൽ എന്തും ആകാം, നമ്മുടെ ഒത്തിരി എപ്പോഴും നമ്മുടെ കൂടെയുള്ളവരോട് എങ്ങനെയും പെരുമാറാം, എന്ത് റെസ്പെക്ട് ഇല്ലായ്മയും കാണിക്കാം എന്നുള്ള ഒരു മട്ട് കണ്ടിട്ടുണ്ടോ ആ വീടുകളിൽ? യെസ്, അതേ കാണാറുള്ളൂ. ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമേ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. ഇല്ല. പക്ഷെ ശരിക്കും
നമ്മുടെ വീടിനുള്ളിലാണ് ശരിക്കും നമ്മളെ വീടിനുള്ളിൽ എന്നും അവിടെ ഉള്ളവരോടാണ് നമ്മൾ കൂടുതൽ നന്നായി പെരുമാറേണ്ടത്. ശരിയല്ലേ? തീർച്ചയായും. ആരും കാണുന്നില്ല, എന്നോട് ആരും ചോദിക്കാനില്ല, ഞാൻ ഈ വീട്ടിലെ അപ്പനാണല്ലേ നാഥനാണെന്ന് പറഞ്ഞിട്ട് വീട്ടിലുള്ളവരോടെല്ലാം മോശമായിട്ട് പെരുമാറുന്ന ഒരു ഒരു അപമര്യാദയാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. അതെന്താന്നറിയോ, അത് പൊതുവെ ആണുങ്ങൾ കാണുന്നത് അവരങ്ങനെയാണ് കണ്ടു വളർന്നത്. ചെറുപ്പത്തിലെ അത് ഇംപ്രിന്റ് ചെയ്ത് കഴിഞ്ഞതാ അവരുടെ മനസ്സിൽ. എങ്ങനെ പെരുമാറാവൂ, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ തലയിൽ കയറി കളയും, ഇങ്ങനെയൊക്കെയുള്ള ധാരണയാണ്, അപ്പൊ മിഥ്യാധാരണകളായിരിക്കും. പെണ്ണുങ്ങൾ എന്താ അന്യഗ്രഹ ജീവിയാണോ? പെണ്ണുങ്ങൾ അങ്ങനെയാണ്. നമ്മളെയൊക്കെ ചെറുപ്പത്ത് പഠിപ്പിച്ചെന്താ, സീതാദേവിയെ പോലെ ആയിരിക്കണം, എല്ലാം ക്ഷമിക്കണം, ഭൂമിയെ പോലെ, അങ്ങനെ ഇങ്ങനെ എന്നല്ല നമ്മളൊക്കെ പഠിപ്പിച്ചത്. അത് ക്ഷമിക്കുന്നവർക്ക് അറിയുകയും ചെയ്യാം, ആൾക്കാർക്ക്. അങ്ങനെയൊക്കെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് കുറെ. ഇപ്പോഴും തീർന്നിട്ടില്ല. അതിന്റെ അംശങ്ങൾ ഇപ്പോഴും ആൺകുട്ടികളെ മനസ്സിലുണ്ട്. അത് അവർക്ക് അതിനുള്ള ഒരു അവസരം കൊടുത്തില്ലെങ്കിൽ അവരുടെ മനസ്സിലതുണ്ട് അല്ലേ? യെസ്. ഇപ്പൊ വീടിന്റെ അകത്തുള്ള ഒരുമിച്ച് നിൽക്കുന്ന ആളുകളാണെന്ന് വിചാരിച്ചിട്ട് ചുമക്കുമ്പം അവരുടെ മുഖത്തേക്ക് ചുമക്കാൻ പാടുണ്ടോ? അല്ലെങ്കിൽ ഒരു ആവി ഇടുക എന്ന് പറയില്ലേ, നമ്മള് വാ തുറന്ന് ഗ്യാസ് വിടുന്നില്ലേ, അതിനൊക്കെ ആവി ഇടുക എന്നല്ലേ പറയാ. അപ്പൊ അതൊക്കെ വീട്ടിലുള്ളവരുടെ മുമ്പില് വളരെ വിശാലമായി ചെയ്യാൻ പാടുണ്ടോ? പത്മാമ, മാം ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നമുക്കൊരു കോമൺ സെൻസ് ആവശ്യമാണ്. നമ്മൾ ആ കോമൺ സെൻസ് അക്സെപ്റ്റ് ചെയ്തിട്ട് സഹജീവിയോട് പെരുമാറുക. മാം ആ ചോദിച്ച ചോദ്യം വീട്ടിൽ പാടുണ്ടോന്നാ ഞാൻ ചോദിച്ചത് സാർ. അല്ല, വീടും പുറത്തൊക്കെ തുല്യം തന്നെയല്ലേ? നാം വീട്ടിൽ കാണിക്കുന്നതാണ് പുറത്തു നിന്നാലും കാണിക്കുക. വീട്ടിൽ പാടില്ല എന്നുള്ളത് പുറത്തും പാടില്ല എന്നുള്ളത് തുല്യമാണ്. താങ്ക് യു സർ. അതാണ് അതിന്റെ ശരി. എറ്റിക്വറ്റ് അറ്റ് ഹോം, ഗുഡ് മാനേഴ്സ് ആർ നീഡഡ് മോസ്റ്റ് വേർ വി ലിവ് ടുഗദർ. എന്നും കാണുന്നവരോടാണ് ഏറ്റവും കൂടുതൽ നല്ല മാനേഴ്സ് കാണിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. ദ ട്രൂ ടെസ്റ്റ് ഓഫ് ക്യാരക്ടർ ഈസ് ഹൗ വി ട്രീറ്റ് ദോസ് ഹു ലിവ് വിത്ത് അസ് എവരി ഡേ. അപ്പം ഞാൻ ഓർക്കുമായിരുന്നു, എൻ്റെ മോനൊക്കെ നേരത്തെ അമർജ്യോതി മാം പറഞ്ഞ പോലെ കുറച്ച് ആണാണ് എന്നുള്ള ഒരു മട്ടില് പെൺകുട്ടികളോട്, പെങ്ങന്മാരോട് കുറച്ച് സ്ട്രോങ് ആയിട്ടൊക്കെ ദേഷ്യം പിടിച്ച് പെരുമാറുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയും, ഒറ്റ ചവിട്ടിയാൻ വെച്ചേരും കേട്ടോ എന്നൊക്കെ, അങ്ങനെയുള്ള വർത്താനമൊക്കെ പറയുമല്ലോ വീട്ടിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാൻ പറയും, നീ ഇങ്ങനെയൊക്കെ സ്കൂളിൽ പോയി അവിടുത്തെ പെൺകുട്ടികളോട് പറഞ്ഞു പോകും, എന്നിട്ട് കേസ് തീർക്കാൻ ഞാൻ വരണ്ടി വരും എന്നൊക്കെ എപ്പോഴും പറഞ്ഞ് പേടിപ്പിക്കുമായിരുന്നു. ശരിക്കും ഒരു ദിവസം അങ്ങനത്തെ ഒരു കേസ് തീർക്കാൻ ഞാൻ പോകേണ്ടി വന്നു. ഞാൻ തന്നെ ആ കേസ് തീർക്കാൻ പോകേണ്ടി വന്നു. കാരണം അടുത്തിരുന്ന പെൺകുട്ടിയോട്, സെൻട്രൽ സ്കൂളായിരുന്നു, അടുത്തിരുന്ന പെൺകുട്ടിയോട് ഒറ്റ ചവിട്ടിയാൻ വെച്ചിരുന്നു പറഞ്ഞു. അത് പെങ്ങളോട് പറയുന്ന പോലെ പറഞ്ഞു പോയതാ. അവളത് കൊണ്ടുപോയി പരാതിയാക്കി, പ്രശ്നമായി. ചവിട്ടി തരുമെന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നമല്ലേ. അത് വീട്ടിൽ നമ്മൾ ശീലിക്കേണ്ടതാണ്. നല്ല നിലയിൽ സംസാരിക്കാനും അൺപാർലമെന്ററി വേർഡ്സ് ഒന്നും ഉപയോഗിക്കാതെ വളരെ നീറ്റായിട്ട് വീട്ടിൽ പെരുമാറി ശീലിക്കേണ്ടതാണ്. The true test of character is how we treat those who we live with us every day. എന്നും നമ്മുടെ കൂടെയുള്ള ആളുകളോടാണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് പെരുമാറേണ്ടത്. യഥാർത്ഥ സ്വഭാവശുദ്ധി അതാണ്. പുറത്തു പോയി കാണിക്കുന്ന സ്വഭാവം, നല്ല സ്വഭാവം കാണിക്കുന്നത് അഭിനയല്ലേ സർ? അത് കാപട്യമല്ലേ? The 4 golden words, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പ്ലീസ്, താങ്ക് യു, സോറി, എക്സ്ക്യൂസ് മീ. ഇത് മലയാളികൾക്ക് ഈ ഒരു പരിപാടി വളരെ കുറവാണ്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ചെയ്യുന്നവരായിരിക്കും, എല്ലാവർക്കും അത്യാവശ്യം അറിയാം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെറുപ്പത്തിലേ പഠിച്ചു വെക്കേണ്ട ഒരു വാക്കുകളാണ് ഇത് 4 പൊന്മുട്ടകളാണിത്. വേർഡ്സിന്റെ കൂട്ടത്തിലുള്ള 4 പൊന്മുട്ടകൾ എന്ന് പറയാം നമുക്ക്.
നമ്മളൊരു സഹായം ചോദിക്കുമ്പോൾ പ്ലീസ് എന്ന് പറയണം. ഇതിങ്ങോട്ട് ചെയ്തുതാ, അങ്ങനെയല്ലേ നമ്മൾ പറയാറ്? ഇതിങ്ങോട്ട് ചെയ്തുതാ, അല്ലാതെ പ്ലീസ് എന്ന് ഉള്ള ആ ഒരു ടോണിൽ നമ്മൾ സംസാരിക്കുന്നത് കുറവാണ് മലയാളികൾ. പിന്നെ ആരെങ്കിലും ഒരു സഹായം ചെയ്താൽ താങ്ക് യു പറയാൻ നമുക്ക് മടിയാണ്. ഒരു തെറ്റ് പറ്റിയാൽ ഒരിക്കലും സോറി പറയാത്ത ആളുകളെ എനിക്ക് പരിചയമുണ്ട്. അവർക്ക് തെറ്റ് പറ്റില്ല, അടുത്ത് നിൽക്കുന്നവരുടെ കുഴപ്പം കൊണ്ട് മാത്രമാണ് അവർക്ക് തെറ്റ് പറ്റുക. അവർക്ക് തെറ്റ് പറ്റൂല, അടുത്ത് നിൽക്കുന്നവർക്കാണ് കുഴപ്പം. ശരിയല്ലേ സാറേ? പിന്നെ എക്സ്ക്യൂസ് മീ, നമ്മൾ ആരുടെയെങ്കിലും ഇടയിൽ കൂടെ കയറി അല്ലെ നടുക്കൂടെ യാത്ര ചിലപ്പോൾ നടന്നു പോകേണ്ടി വരും. രണ്ടുപേര് നിൽക്കുന്നതിന്റെ നടുവിലൂടെ വഴിയുള്ളെങ്കിൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെ പോകേണ്ടി വരും. അപ്പോൾ ഒരു എക്സ്ക്യൂസ് മീ പറയുക. അല്ലെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലും കയറി സംസാരിക്കേണ്ടി വന്നാൽ എക്സ്ക്യൂസ് മീ പറയാം. അങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്കുണ്ട്. ഇതൊക്കെ എറ്റിക്വറ്റാണ്. പിന്നെ ഇത് കുറച്ച് അധികം വേർഡ്സ് ആണ്. പ്ലീസ്, കൈൻഡ്ലി, ഹാപ്പി ജേർണി, ഗുഡ് മോർണിംഗ്, താങ്ക് യു, കുഡ് യു, വെൽക്കം, ടേക്ക് കെയർ. ഇതൊക്കെയാണ് ഏറ്റവും നല്ല വാക്കുകൾ. ബഹുമാനത്തിന്റെ താക്കോലാണ്. ബഹുമാനത്തോടെ സംസാരിക്കാനുള്ള താക്കോലുകൾ. കോൺവെർസേഷൻ എറ്റിക്വറ്റ്. സംസാരിക്കുമ്പം ലിസൺ അറ്റൻറ്റീവ്ലി വെൻ അതേഴ്സ് ആർ സ്പീക്കിംഗ്. നമ്മളിവിടെ 90% കാണുന്നത് മറ്റേയാളെ സംസാരിക്കാൻ സമ്മതിക്കാതെ ഇടയിൽ കൂടെ കയറി എൻ്റെ അഭിപ്രായം അങ്ങോട്ട് പറഞ്ഞ് ഫലിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. മറ്റേയാൾ പറയുന്നത് ഒട്ടും കേൾക്കാൻ തയ്യാറല്ലാത്ത ആളുകളാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്. ഡു നോട്ട് ഇന്ററപ്റ്റ് ഓർ ഡോമിനേറ്റ് ദ കോൺവെർസേഷൻ. അപ്പൊ ഞാൻ പറയും, നിങ്ങൾ കേൾക്കും. ഞാൻ ഡോമിനേറ്റ് ചെയ്യും കോൺവെർസേഷൻ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരാൾ കയറി പറയുന്നത് എനിക്കിഷ്ടമല്ല. ആ ഒരു അവസ്ഥയാണ് കൂടുതൽ കാണാറ്. അത് പാടില്ല. മെയിൻറ്റെയിൻ അപ്രോപ്രിയേറ്റ് ഐ കോണ്ടാക്ട്. കണ്ണിൽ നോക്കി സംസാരിക്കൂല. ഫോണിൽ നോക്കിയല്ലേ ഇപ്പൊ സംസാരിക്കുന്നത്, കണ്ണിൽ നോക്കാൻ സമയം കിട്ടൂലല്ലോ. റെസ്പെക്ട് ഡിഫറെന്റ് ഒപ്പീനിയൻസ് ആൻഡ് വ്യൂ പോയിന്റ്സ്. മറ്റുള്ളവർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസും വ്യൂ പോയിന്റ്സും ഉണ്ടാവും. പക്ഷേ നമ്മൾ അതെല്ലാം അവരുടെ അഭിപ്രായങ്ങളാണ്. എൻ്റെ അഭിപ്രായം തന്നെ ആകണമെന്നില്ല മറ്റേയാളുടെ അഭിപ്രായം. ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്ന ആളുകളോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യവും. അത് പാടില്ലല്ലോ. പറയൂ സർ, വിളയണ്ണൻ സാറേ, ശരിയാണോ? എന്റെ ആശയങ്ങളോട് കയറി വരുന്ന ആളുകളോട് എനിക്ക് താല്പര്യം കൂടും. എൻ്റെ ആശയങ്ങൾ ഞാൻ ശരിയാണെന്ന് പൂർണ്ണമായും ചിന്തിച്ചുകൊണ്ടാണ് അത് അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളോടൊപ്പം ഞാൻ നിൽക്കുന്നത്. സ്വാഭാവികമായൊരു കാര്യമാണ്. എൻ്റെ ആശയങ്ങൾ തെറ്റാണെന്ന് ആരെങ്കിലും ബോധ്യപ്പെടുത്തുമ്പോൾ അതിൽ നിന്ന് മാറിപ്പോകേണ്ടതും നമ്മുടെ കടമയാണ്. പക്ഷെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളോട് നമുക്ക് ബഹുമാനം കാണിക്കാമല്ലോ. നമ്മളത് റിജക്റ്റ് ചെയ്യുന്നൊന്നുമില്ല. ഞാൻ അങ്ങോട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുന്നു, അത്ര. എനിക്ക് ബോധ്യമല്ല, എന്റെ ബോധ്യം ഞാൻ പറഞ്ഞു. മാഡത്തിന്റെ ബോധ്യം മാഡവും പറഞ്ഞു. അവിടെ ആ പ്രശ്നം അവിടെ തീരണം. അല്ലാതെ നമുക്ക് അത് ചില ഫാമിലിയിലൊക്കെ ആണെങ്കിൽ അപ്പന്മാര് പറയുന്നതിന്റെ അപ്പുറത്തേക്ക് പാടില്ലല്ലോ. ശരിയല്ലേ? ഈ ആക്റ്റീവ് ലിസണിങ് എന്താണ്? ലിസൺ ടു അണ്ടർസ്റ്റാൻഡ്, നോട്ട് മിയർലി ടു റിപ്ലൈ. മനസ്സിലാകാതെ മറുപടി പറയുന്നതാണ് കൂടുതലും നമ്മൾ കാണാറ്. പറഞ്ഞ കാര്യം മനസ്സിലാക്കാൻ, മറ്റേയാൾ പറഞ്ഞ കാര്യം മനസ്സിലാക്കാൻ താല്പര്യമില്ല, മറുപടി പറയാനാണ് താല്പര്യം. മറുപടി ആലോചിച്ച് വെക്കുകയാണ്, മറ്റേത് കേട്ടിട്ടൊന്നുമല്ല. ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് യു ക്യാൻ ഗീവ് സമ്മൺ ഈസ് യുവർ ഫുൾ അറ്റൻഷൻ. ഇപ്പൊ ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഒരു സൈഡിൽ മറ്റേയാൾ ചിലപ്പോൾ ഫോണിൽ നോക്കുന്നുണ്ടാവും. നമുക്ക് ദൈവം 2 ചെവിയും 1 വായയും തന്നത് കേൾക്കുന്നതിന് ന്റെ 1/2 നമ്മൾ സംസാരിക്കാൻ പാടും.
ലിസൺ ട്വൈസ് ആസ് മച്ച് ആസ് യു സ്പീക്ക്. 2 പ്രാവശ്യം നമ്മൾ കേട്ടിട്ട് ഒരു പ്രാവശ്യം നമ്മൾ സംസാരിക്കാം. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു റെസ്പെക്റ്റ് ആണ് നമ്മുടെ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളത്. നേരത്തെ എല്ലാവരും പറഞ്ഞു കെയറിങ്ങിനെ പറ്റി അല്ലേ. സോഷ്യൽ എറ്റിക്വറ്റ്. Social etiquette is important for an individual as it teaches him how to behave in a society. സൊസൈറ്റിയിൽ അതിൻ്റെതായ കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ട്. സം ഓഫ് ദ സോഷ്യൽ എറ്റിക്വറ്റ് ആർ സെയിങ് താങ്ക് യു മോർ ഓഫൻ, ഓഫറിങ് സീറ്റ് ടു ആൻ എൽഡർലി പേഴ്സൺ, ഡിസേബിൾഡ് പേഴ്സൺ. പണ്ടൊക്കെ ഞാനൊക്കെ ചെറുതായിരുന്നപ്പം ബസ്സിൽ പ്രായമുള്ളവരോ ആരെങ്കിലും കയറി വന്നാലും എഴുന്നേറ്റ് കൊടുക്കുമായിരുന്നു, സീറ്റ് കൊടുക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു കുട്ടികളും ചെയ്യുന്നില്ല. ആരെങ്കിലും കയറി വരുന്ന ആളുകളെ കുട്ടികൾ കാണുന്നില്ല. കുട്ടികൾ ബസ്സിൽ കയറിയാൽ ഉടനെ ഫോണിലേക്ക് നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഒന്നും കാണേണ്ട ആവശ്യമില്ല അവർക്ക്. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ എഴുന്നേറ്റ് കൊടുത്തത് ഇപ്പൊ എനിക്ക് കിട്ടുന്നില്ല. ഡോണ്ട് മേക്ക് ഓർ ച്യൂ ഗം വൈൽ ടോക്കിംഗ് ടു ഡോണ്ട് സ്മോക്ക് ഓർ ച്യൂ ഗം വൈൽ ടോക്കിംഗ് ടു സമ്മൺ. ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ പുകവലിക്കുക, ച്യൂയിങ്കം ചവയ്ക്കുക, ഇതൊന്നും പാടില്ല. മറ്റുള്ളവരെ കാണുമ്പോൾ അവരെ ഗ്രീറ്റ് ദം വിത്ത് എ സ്മൈൽ, ചിരിച്ചുകൊണ്ട് ഗ്രീറ്റ് ചെയ്യാനുള്ള ഒരു മര്യാദ ഉണ്ടാവണം. സോഷ്യൽ എറ്റിക്വറ്റ്, ഹൗ ടു മേക്ക് എ ലാസ്റ്റിംഗ് ഇംപ്രഷൻ. സോഷ്യൽ എറ്റിക്വറ്റ് ഉണ്ടെങ്കിൽ നമ്മളോട് മറ്റുള്ളവർക്ക് ബഹുമാനം ഉണ്ടാവും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു കൂടുതൽ താങ്ക് യു ഉപയോഗിക്കുക. റെസ്പെക്ട് ക്യൂസ്. സോഷ്യലി നമ്മൾ ക്യൂ പാലിക്കാൻ തയ്യാറാകണം. നമ്മൾ ക്യൂ എങ്ങനെ മറികടക്കാം എന്നാണ് നമ്മൾ സാധാരണ ഇവിടെയൊക്കെ ശ്രദ്ധിക്കുന്നത്. പക്ഷെ നമ്മൾ ഇവിടുന്ന് വെളിയിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ക്യൂ ഭയങ്കര ഒരു ചിട്ട പോലെയാണ് ചെയ്യുന്നത്. ഒരു പ്രാവശ്യം ഞാൻ ഒരു സ്ഥലത്തുനിന്ന് മോളുണ്ടായിരുന്നു. അപ്പൊ അവള് ക്യൂവിലുണ്ടല്ലോ. അപ്പൊ ഞാൻ അങ്ങോട്ട് മാറി എല്ലാം കാണുമോ. അപ്പൊ ഒരു മനുഷ്യൻ അവളുടെ പുറകിൽ നിന്ന് ഒരാള് എന്നെ വിളിച്ച്, നിങ്ങളുടെ ക്യൂ ഊഴമാണ്, നിങ്ങൾ വാങ്ങുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ബുദ്ധിമുട്ടായി ശരിക്കും. ഞാൻ പറഞ്ഞു ഐ ആം നോട്ട് ബൈങ് എന്ന് പറഞ്ഞു. ഞാൻ വാങ്ങുന്നില്ല, നിങ്ങളുടെ ക്യൂ, നിങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യും. നമ്മുടെ ഊഴം എപ്പോ വരുന്നു അപ്പം വരുന്നതിന് മുമ്പേ മുമ്പിൽ കയറാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുന്നത്. പേഴ്സണൽ സ്പേസ്, മറ്റേയാളുടെ പേഴ്സണൽ സ്പേസിൽ നമ്മൾ കയറി മേയാൻ പാടില്ല. പിന്നെ പബ്ലിക്കിൽ ഒരു ഡെക്കോറം, നമുക്കൊരു കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ടാകേണ്ടതാണ്. എറ്റിക്വറ്റ് അറ്റ് ഹോം, അത് എനിക്ക് കൂടുതൽ തവണ പറയാൻ തോന്നി. ഗുഡ് മാനേഴ്സ് ആർ നീഡഡ് മോസ്റ്റ് വേർ വി ലിവ് ടുഗദർ. നമ്മുടെ കൂടെ ജീവിക്കുന്നവരോടാണ് നമ്മൾ ഗുഡ് മാനേഴ്സ് കാണിക്കേണ്ടത്. ഫെമിലിയാരിറ്റി ഈസ് നോട്ട് എ ലൈസൻസ് ഫോർ ഡിസ്റെസ്പെക്ട്. നമ്മൾ ഒരുമിച്ചാണ് എന്നുള്ളത് കൊണ്ട് ഡിസ്റെസ്പെക്ട് കാണിക്കാനുള്ള ലൈസൻസ് അല്ല. ട്രീറ്റ് ഫാമിലി മെമ്പേഴ്സ് വിത്ത് ദ സെയിം കോർട്ടസി യു ഓഫർ ഗസ്റ്റ്. ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ വളരെ മാന്യമായി വളരെ ശ്രദ്ധിച്ച് പെരുമാറും. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടും നമ്മൾ പെരുമാറേണ്ടതാണ്. കോർട്ടസി ബിഗിൻസ് അറ്റ് ഹോം ആൻഡ് ഈസ് ക്യാരിഡ് ഇൻ ടു ദ വേൾഡ്. നമ്മൾ വീട്ടിൽ പഠിക്കുന്നതാണ് പുറത്തേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. നേരത്തെ അമർജ്യോതി മാം പറഞ്ഞ പോലെ വീട്ടിൽ ഇത് കണ്ട് പഠിച്ച് പുരുഷന്മാരുടെ ആ മേൽക്കോയ്മ ഓവറായിട്ട് കണ്ടുപഠിച്ച് വളർന്നു വരുന്ന ചെറിയ ആൺകുട്ടികളും അതേ മെന്റാലിറ്റിയിൽ വളർന്നു വരികയാണ്. ആ ഒരു സീതാ സാവിത്രിയൊക്കെ പോയല്ലോ. ഇപ്പൊ സീതാ സാവിത്രിയൊന്നും ചെറിയ പെൺകുട്ടികളുടെ ഇടയിൽ കാണാൻ കിട്ടില്ലല്ലോ. നമ്മളെ മറ്റുള്ളവർ ഓർക്കണമെങ്കിൽ നമ്മൾ റൂൾസ് പാലിക്കുന്നവരാകണം. പക്ഷെ നമ്മൾ പുറത്തു പോയി അഭിനയിക്കുകയും വീട്ടിൽ മര്യാദയില്ലാതെ പെരുമാറുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഫാമിലി ഡൈനിങ് എറ്റിക്വറ്റ്, അത് നേരത്തെ നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്. വീട്ടിലെ ഡൈനിങ് റൂമിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഒരു എറ്റിക്വറ്റ് കുട്ടികളിലും മുതിർന്നവരിലും
അരക്കിട്ടുറപ്പിക്കാൻ പറ്റുന്നത്. എ ഫാമിലി ദാറ്റ് ഈറ്റ്സ് ടുഗദർ ഗ്രോസ് ടുഗദർ. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ഫാമിലി ഒരുമിച്ച് വളരുന്നു. ഗുഡ് ടേബിൾ മാനേഴ്സ് റിഫ്ലക്ട് കൺസിഡറേഷൻ ഫോർ അതേഴ്സ്. ശരിക്കുള്ള ടേബിൾ മാനേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പരിഗണിക്കുക എന്നാണ്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാലല്ലേ അത് പറ്റുള്ളൂ. അപ്പം ഒരുമിച്ച് മുഴുവൻ ഭക്ഷണവും മേശപ്പുറത്ത് കൊണ്ടുവച്ചിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റേ ആൾക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ തന്നെ ഇഷ്ടമുള്ള ഒരു സാധനം കൂടുതൽ എടുക്കുക, അങ്ങനെയുള്ള കുറെ അപമര്യാദകൾ നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നാൽ സംഭവിക്കും. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കരുതലോടെ പെരുമാറും. ആ കരുതലാണ് നമുക്ക് വളർന്നു കിട്ടേണ്ടത്. പല സമയത്ത് ഭക്ഷണം കഴിക്കാതിരുന്നാലേ ആ കരുതൽ വളർന്നു കിട്ടൂ. പിന്നെ നമ്മൾ ഫാമിലി ഈ ഡൈനിങ് എറ്റിക്യൂറ്റയിൽ പെട്ടതാണ് നമുക്ക് എല്ലാവരും ഇരുന്ന് കഴിഞ്ഞിട്ടേ ഭക്ഷണം കഴിക്കാൻ തുടങ്ങാവും. അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ഡൈനിങ് ടേബിളിൽ എല്ലാവരും എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? എല്ലാവരും വേഗത്തിൽ വന്ന് ഒരുമിച്ചിരിക്കാനുള്ള ആ പ്രവണത വർദ്ധിക്കും. ഇല്ലേ സാറേ? ആദ്യം വരുന്നവർ കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നെയുള്ളവർ വരുന്നത് അതൊരു വിഷയമല്ലാതെയായി മാറുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. എല്ലാവരും വന്ന് ഇരുന്നാലേ ഭക്ഷണം തുടങ്ങൂ എന്ന് വന്നാൽ എല്ലാവരും വേഗം വേഗം വരാനുള്ള ആ ശീലം, ആ ഹാബിറ്റ് വന്നോളൂ. ഈ സമൂഹത്തിൽ ക്ഷമ ഉണ്ടാവും ടീച്ചറെ. ക്ഷമ ശീലിക്കാൻ കഴിയും. ക്ഷമ മാത്രമല്ല സാർ, വരാൻ താമസിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ സ്പീഡിൽ വരൂലേ അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ? ഒരുപാട് ഗുണങ്ങളുണ്ട് അതുകൊണ്ട്. ഇല്ലേ? ഓ, അവര് പിറ്റേ ദിവസം അത്രയും ലേറ്റ് ആകാതെ ശ്രദ്ധിക്കും. ട്രഡീഷണൽ കമ്മ്യൂണിറ്റി ഡൈനിങ് എറ്റിക്വറ്റ്, സമൂഹ സദ്യകളിലെ മര്യാദകൾ. വെയിറ്റ് പേഷ്യൻ്റ്ലി അണ്ടിൽ എവരി വൺ ഈസ് സെർവ്ഡ്. എല്ലാവർക്കും വിളമ്പിയിട്ടേ നമ്മൾ കഴിക്കാൻ തുടങ്ങാൻ പാടുള്ളൂ. ഈ ആചാരങ്ങളും വിളമ്പുന്ന രീതിയൊക്കെ ഉണ്ട്, അതിനെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം. കൃതജ്ഞതയോടെയും സന്തോഷത്തോടെയും വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ. അപ്പോഴാ ഭക്ഷണത്തിന് രുചി കൂടും. എനിക്കൊരിക്കൽ ഒരു അബദ്ധം പറ്റി. മറ്റേ തമിഴ്നാട്ടിൽ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് പോയപ്പോൾ പരമ്പരാഗതമായ തമിഴ് ഭക്ഷണം തരുന്ന ഹോട്ടലിൽ എന്നെ കൊണ്ടുപോയി. എനിക്ക് അത് വാങ്ങിത്തരാൻ വേണ്ടി അവിടെ കൊണ്ടുപോയി. അവരിങ്ങനെ ഒരു ഇടവേള വെച്ചാണ് ഓരോ ടൈപ്പ് ഭക്ഷണം വിളമ്പുന്നത്. ഈ ഭക്ഷണവും ആ ഭക്ഷണവും അല്ല, രണ്ടെണ്ണം സാധനങ്ങൾ ഒരുമിച്ച് കഴിക്കേണ്ടതുണ്ട്, തുടക്കത്തിൽ തന്നെ കഴിക്കരുതാത്തതുണ്ട്. അങ്ങനെയൊക്കെ കുറെ ചിട്ടകളുണ്ട് ആ ഭക്ഷണ രീതിക്ക്. എനിക്കിതൊന്നും അറിയില്ല. കിട്ടിയത് അവിടുന്ന് ഇവിടുന്ന് കുരങ്ങ് പെറുക്കി തിന്നുന്ന പോലെ ഞാൻ തിന്നു. അപ്പൊ ഇവര് ചിരിക്കുന്നുണ്ട്. എനിക്കിതറിയില്ല എന്നുള്ളത് എനിക്കറിയില്ലല്ലോ. ഈ തമിഴ്നാട്ടിലെ ആ രീതി എനിക്കറിയില്ല. പക്ഷെ അവരാദ്യം എന്നോട് അത് പറയണ്ടേ, പറഞ്ഞു തന്നോണ്ട് വേണ്ട ചെയ്യാൻ. അത് സംഭവിച്ചില്ല. അപ്പോൾ ശരിക്കും ഞാനാകെ വണ്ടടിച്ചു. പക്ഷെ എനിക്ക് കുറ്റബോധമൊന്നും തോന്നിയില്ല. പക്ഷെ എനിക്കിതറിയില്ലല്ലോ. അതുപോലെ തന്നെ ഇലയിലാണ് ഭക്ഷണം കഴിക്കുന്നത്. സദ്യക്കൊക്കെ പോയാലൊക്കെ ഇലയാണ്. ഇലയിൽ ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇല നമ്മൾ സാധാരണ മടക്കുക തിരിച്ചാണ്. എങ്ങോട്ട്? നമ്മുടെ ഭാഗം മടക്കി അങ്ങോട്ടും, എന്നിട്ട് അതിൻ്റെ മേലെ ഒരു ഗ്ലാസ് കൊടുത്തു. അങ്ങനെ വെച്ചാൽ അതിൻ്റെ അർത്ഥം നമുക്ക് ഈ സദ്യ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് തമിഴ്നാട്ടിൽ. ഇങ്ങോട്ട് മടക്കണം. അത് ശരിക്കും നമ്മുടെ ഡ്രസ്സിലേക്കൊക്കെ ഭക്ഷണം വരാനുള്ള ഒരു സാധ്യതയാണ്. എന്നാൽ ഇങ്ങോട്ട് മടക്കിയാൽ ആ ഭക്ഷണം നമ്മൾ ഇഷ്ടപ്പെട്ടു, ഇങ്ങോട്ട് നമ്മുടെ ഭാഗത്തേക്ക് മടക്കും, ഇഷ്ടപ്പെട്ടു എന്നാവുള്ളൂ. നമ്മളറിയാതെ അങ്ങോട്ട് മടക്കിയാൽ അവർക്ക് വിഷമാവും. ഇങ്ങനെയുള്ള കുറേ രീതികളുണ്ട്. റെസ്പെക്ട് ട്രഡീഷണൽ ഡൈനിങ് കസ്റ്റംസ്, അവോയ്ഡ് വേസ്റ്റിംഗ് ഫുഡ്, എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ദ മീൽ. ഇപ്പൊ ഭക്ഷണത്തിന് തരുന്നവരോട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഫുഡ് ടേസ്റ്റ് ബെറ്റർ വെൻ ഷെയർഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ ഇതൊരു പങ്കിടലാണല്ലോ. പങ്കിട്ട് ഗ്രാറ്റിറ്റ്യൂഡോടെ കഴിക്കുമ്പോൾ ഫുഡിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇത് എറ്റിക്വറ്റ് അറ്റ് ഫോർമൽ ഓർ ഗ്രൂപ്പ് മീൽസ്, ഔദ്യോഗിക വിരുന്നുകളിലുള്ള മര്യാദകൾ. ചില ഫോർമൽ മീറ്റിങ്ങിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഭക്ഷണം കഴിക്കേണ്ടി വരും. അപ്പം നമ്മൾ ബി കൺസിഡറേറ്റ് ഓഫ് ദോസ് അറൗണ്ട് യു. നമ്മുടെ ചുറ്റുമുള്ളവരെ നമ്മൾ പരിഗണിക്കണം. മാന്യമായ ടേബിൾ മാനേഴ്സ് ആയിരിക്കണം നമ്മുടേത്. മെയിൻറ്റെയിൻ പ്ലസന്റ് ടേബിൾ മാനേഴ്സ്.
പാർട്ടിസിപ്പേറ്റ് ഇൻ കോൺവെർസേഷൻ റെസ്പെക്ട്ഫുള്ളി. വളരെ പതുക്കെ സംസാരിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ വളരെ റെസ്പെക്റ്റിൽ വേണം മറ്റുള്ളവരുടെ കോൺവെർസേഷനിൽ പങ്കുചേരാൻ. നമ്മുടെ വർത്തമാനം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകരുത്. ഹെൽപ്പ് ക്രിയേറ്റ് എ കംഫർട്ടബിൾ ഡൈനിങ് അറ്റ്മോസ്ഫിയർ. എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള, കൂടെയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഒരു രീതിയിൽ വേണം നമ്മൾ അവിടെ ഭക്ഷണം കഴിക്കാൻ. ഗുഡ് മീൽസ് നറിഷ് ദ ബോഡി, ഗുഡ് മാനേഴ്സ് നറിഷ് റിലേഷൻഷിപ്സ്. ഇപ്പൊ നമ്മുടെ അടുത്തിരുന്ന് ഭക്ഷണം കഴിച്ച ഒരാൾ നല്ല രീതിയിലല്ല പെരുമാറിയെങ്കിൽ നമുക്ക് അവരുടെ അടുത്തിരുന്ന് പിന്നെ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പം നമ്മുടെ റിലേഷൻഷിപ്പ് നന്നാവാൻ നമ്മൾ നല്ല എറ്റിക്വറ്റോടുകൂടി ഭക്ഷണം കഴിക്കണം. ഇതൊരു പ്രത്യേക കാര്യമാണ്, ഞാൻ സ്ഥിരമായി കാണാറുള്ളതാണ്. എൽബോസ് ആൻഡ് ഡിന്നർ എറ്റിക്വറ്റ്. 2 കൈമുട്ടുകളും എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ടാണ് പലരും ഭക്ഷണം കഴിക്കുക. ശരിയാണോ സാറേ? ഡൈനിങ് പോസ്റ്റർ ആൻഡ് ടേബിൾ മാനേഴ്സ്. നമ്മുടെ ശരീരത്തിന്റെ പോസ്റ്റർ എങ്ങനെയായിരിക്കണം ഭക്ഷണം കഴിക്കുമ്പോൾ? എങ്ങനെയായിരിക്കണം കുലനാഥൻ സാറ്? സാറ് മ്യൂട്ടാ. നിവർന്നിരിക്കണം ടീച്ചറെ. നിവർന്ന് ഇരിക്കണം. ഓക്കെ സാർ, താങ്ക് യു സാർ. നിവർന്നിരിക്കണം. ഈ എൽബോസ് ടേബിളിൽ വെക്കുന്നത് സാർ നട്ടല് നിവർന്നിരിക്കണം. മറ്റുള്ളവർക്ക് അസൗകര്യം ഉണ്ടാക്കാതെ കഴിക്കണം. മറ്റുള്ളവരുടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കണം. ആ സ്പീഡ് അടുത്തിരിക്കുന്ന ആൾ കഴിക്കുന്ന ആളുടെ സ്പീഡ് നോക്കി ആൾ കഴിക്കണം. സ്പീഡ് കൂടാനും തീരെ കുറയാനും പാടില്ല. താങ്ക് യു സാർ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് മറ്റുള്ളവരോട് ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ. എൽബോസ് വെക്കാൻ പാടില്ല. അതാണ് ഈ പോസ്റ്റർ തന്നെ അതിനുള്ളതാണ്. സിറ്റ് അപ്രൈറ്റ് വൈൽ ഈറ്റിംഗ്. അവോയ്ഡ് പ്ലേസിംഗ് ബോത്ത് എൽബോസ് ഓൺ ദ ടേബിൾ. കീപ് യുവർ ഡൈനിങ് ഏരിയ നീറ്റ് ആൻഡ് ടൈഡി. ചില ആളുകൾ പിന്നെ വേസ്റ്റ് ഒക്കെ കൂടെ പെറുക്കി നമ്മുടെ മുമ്പിലേക്ക് വെക്കും, കണ്ടിട്ടുണ്ടോ? അവരുടെ വേസ്റ്റ് എല്ലാം കൂടി അടുത്തിരിക്കുന്ന ആളുടെ മുമ്പിലാണ് ഉണ്ടാവുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ മാത്രമേ അങ്ങനെ കണ്ടിട്ടുള്ളൂ. നമ്മുടെ മുൻവശം വൃത്തിയില്ല ഉണ്ടാവും, ചിലപ്പോൾ നമ്മുടെ വേസ്റ്റ് ഒക്കെ അടുത്തുള്ള ആളുടെ മുമ്പിലേക്ക് കൊണ്ടുവെക്കും. യൂസ് യൂട്ടൻസിൽസ് അപ്രോപ്രിയേറ്റ്ലി. ഇപ്പൊ കത്തി, ഫോർക്ക് അല്ലെങ്കിൽ കറിപ്പാത്രങ്ങൾ, ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് അതിൻ്റെ മേലെ പെരുമാറണം. ഇത് ഞാൻ ഇതിനു വേണ്ടി മാത്രം ഇട്ടതാണ്, എൽബോസിന് വേണ്ടിയിട്ട് മാത്രം. ആ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ രീതി കണ്ടോ? ആ കറുത്ത ബനിയനിട്ട കുട്ടി, മറ്റേ ആള് തലയ്ക്ക് കൈവച്ച് ഒരു അലസനായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. എൽബോസ് ഓഫ് ദ ടേബിൾ. കൈമുട്ടുകൾ മേശപ്പുറത്ത് നിന്ന് മാറ്റാം. പിന്നെ നമ്മൾ ഭക്ഷണം എടുത്ത് വായിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ തല കൊണ്ടുപോയി കുമ്പിട്ട് ഭക്ഷണത്തിലേക്ക് പോവുകയല്ല വേണ്ടത്. തല താഴോട്ടാക്കി ഭക്ഷണത്തിലേക്ക് കൊണ്ടുപോയി പോകുന്നത് ആരാണ് സാധാരണ? മനുഷ്യരല്ല. ലീൻ ബാക്ക് ആൻഡ് മൃഗങ്ങളാണ്. താങ്ക് യു സർ. ലീൻ ബാക്ക് ആൻഡ് സിറ്റ് പ്രോപ്പർലി ടു ഷോ റെസ്പെക്ട് ടു അതേഴ്സ്. നമ്മൾ നേരെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ആലോചിക്കുന്നില്ല. നമ്മുടെ സൗകര്യത്തിന് അല്ല നമ്മൾ ഇരുന്ന് ഭക്ഷണം കഴിക്കേണ്ടത്. തന്നെയല്ല, നേരെ നട്ടല് നിവർന്നിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ ആരോഗ്യത്തിന് അത് നല്ലതായിരിക്കും. അങ്ങനെ കൂടെ കാര്യമുണ്ട്. കുനിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഡൈജഷനും ഹെൽത്തിനും നല്ലതല്ല. ഒടിഞ്ഞുകൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഡൈജഷൻ ശരിയാകാതെ പോകും, പ്ലേറ്റിലേക്ക് കുനിഞ്ഞു പോകുന്നത്. സിറ്റ് അപ്രൈറ്റ് ആൻഡ് ബ്രിങ് ഫുഡ് ടു യുവർ മൗത്ത്. ഡോണ്ട് ലീൻ ഡൗൺ. നേരെ ചൊവ്വേ നിവർന്നിരുന്ന് ഭക്ഷണം കഴിക്കുക. ഈ ഒരു പടം കണ്ടിട്ട് എന്താ തോന്നുന്നത്? എല്ലാരും പോയോ? Happy in their dining table.
അത് ആ ഒരു മനുഷ്യന്റെ വർത്താനം കണ്ടില്ലേ? കൈയൊക്കെ എടുത്ത് പൊന്തിച്ച് പിടിച്ചിട്ട് ഉണ്ണുന്ന കൈ കൊണ്ട് വർത്താനം പറയുന്നത് കണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് they are not happy in the dining table. ആ മറ്റുള്ള മനുഷ്യരെല്ലാം വിഷമിക്കുകയാണ്. അയാളുടെ വായിൽ നിന്നും തെറിക്കുന്നുണ്ട്, കയ്യിൽ നിന്നും തെറിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് മിക്കവാറും ആളുകൾ നമ്മുടെ വീടുകളിലൊക്കെ, പ്രത്യേകിച്ച് പുറത്തു പോയാൽ കുറച്ച് ശ്രദ്ധിക്കും. ആഹാരം കഴിക്കുക എന്നുള്ള ഓർമ്മയിലും കൂടെ ആളുണ്ടെന്നുള്ള ഓർമ്മയിലും ആഹാരം കഴിക്കണം. കോൺവെർസേഷൻ ഡ്യൂറിംഗ് മീൽസ്. എനിക്ക് ഛർദിക്കാൻ തോന്നും. പിന്നെ ഫിനിഷ് നമ്മുടെ വായിൽ ഭക്ഷണം വെച്ചോണ്ട് നമ്മൾ വർത്തമാനം പറയാൻ പാടില്ല ഡൈനിങ്ങിന്റെ. ശരിയാണോ? വളരെ മയത്തിൽ സംസാരിക്കണം, പൊളൈറ്റ് ആയിട്ട്. അവോയ്ഡ് എക്സസീവ് ഗസ്റ്റ്. സർ ഗോപകുമാർ സാർ പറഞ്ഞത് കേട്ടില്ല. അത്യാവശ്യത്തിന് സംസാരിച്ചാൽ മതി. പക്ഷെ ഉണ്ണുന്ന കൈ വീശി വർത്താനം പറയുന്നവരെ കണ്ടിട്ടുണ്ടോ? അത് തെറ്റാണ്. അവോയ്ഡ് എക്സസീവ് ജെസ്റ്റേഴ്സ് വൈൽ ഈറ്റിംഗ്. ബി മൈൻഡ്ഫുൾ ഓഫ് ദ കംഫർട്ട് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ കംഫർട്ടാണ് നമ്മൾ കൂടുതൽ നോക്കേണ്ടത്, നമ്മുടെ കംഫർട്ടല്ല നമ്മൾ നോക്കേണ്ടത്. നമുക്ക് അങ്ങനെ ഇരുന്ന് വർത്തമാനം പറയുമ്പോൾ നല്ലൊരു സുഖമൊക്കെ കിട്ടുന്നുണ്ട്. ഉണ്ട കൈ കൊണ്ട് വീശി വർത്താനമൊക്കെ പറയുമ്പോൾ നമുക്കൊരു സുഖം കിട്ടുന്നുണ്ട്. പക്ഷെ കൂടെയുള്ളവരുടെയൊക്കെ മുഖം നോക്കി. ഇത് അടുത്ത പരിപാടി, ഡൈനിങ് ഏരിയ. ഹോട്ടലിലും നമ്മുടെ വീടുകളിൽ ഇപ്പം വാഷ് ബേസിനൊക്കെ കുറച്ച് ഡൈനിങ് ടേബിളിന്റെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഈ ബുദ്ധിമുട്ടുകാർ ഭയങ്കര ശബ്ദം ഉണ്ടാക്കി തുപ്പുകയും ചുമയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അപ്പുറത്തിരിക്കുന്നവർ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടാവില്ല. ആ ഡൈനിങ് ടേബിളിന്റെ അടുത്തായിരിക്കും വാഷ് ബേസിൻ ചിലപ്പോൾ. ഇപ്പം ഹോട്ടലുകളിലും വേറെയാണ്. സാധാരണ ചെറിയ ഹോട്ടലുകളിലൊക്കെ ചിലപ്പം അടുത്തായിരിക്കും. അതൊന്നും ആർക്കും മൈൻഡില്ല. അവനവന്റെ സുഖവും അവനവന്റെ രക്ഷയും അവനവന്റെ വൃത്തിയും മാത്രമേ എല്ലാവർക്കും ആവശ്യമുള്ളൂ. വീട്ടിലായാലും പുറമെ ആയാലും അങ്ങനെ ശീലിച്ചവർ അങ്ങനെ തന്നെ ചിലപ്പോൾ ചെയ്യും. അവോയ്ഡ് ലൗഡ് ഗാർഗ്ലിംഗ്. പറഞ്ഞോട്ടെ, ചിലര് ഹോട്ടലിൽ തന്നെയാണെങ്കിലും ഈ വാഷ് ബേസിൻ അവര് കൈ കഴുകിയ വേസ്റ്റ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോകുന്ന നല്ലതെന്ന് തോന്നും ചിലപ്പോ കാണുമ്പോ, പിന്നില് വരുന്നവർക്ക്. ചില ഹോട്ടലിലൊക്കെ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്ന കാണാം, വെള്ളമൊക്കെ അവിടെ കെട്ടിക്കിടക്കും. വീട്ടിൽ കറക്റ്റായിട്ട് ശീലിച്ചാൽ അത് ചെല്ലുന്നിടത്ത്, വീട്ടിൽ കറക്റ്റായിട്ട് ശീലം വന്നാൽ ചെല്ലുന്നിടത്ത് അത് തന്നെ ശീലിക്കും. തൊപ്പിക്കഴിഞ്ഞാല് നമ്മള് കയ്യില് വെള്ളം എടുത്ത് ആ ചുറ്റും ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ പിന്നിൽ വരുന്നവർക്ക് ബുദ്ധിമുട്ട് തോന്നൂല. അങ്ങനെ അതൊരു മര്യാദ അല്ലേ? ഹോട്ടലായാലും വീട്ടിലായാലും ഇതൊക്കെ അത്യാവശ്യമാണ്. വീട്ടില് എന്തായാലും ചെയ്യും. അതുപോലെ തന്നെ പുറമെ പെരുമാറുന്നവർ അതുകൂടി ശീലിച്ചെങ്കിൽ നല്ലതായിരുന്നു തോന്നുന്നു. അവോയ്ഡ് ലൗഡ് ഗാർഗ്ലിംഗ്, സ്പിറ്റിംഗ് ഓർ മേക്കിംഗ് അൺപ്ലസന്റ് സൗണ്ട്സ് നിയർ ദ ഡൈനിങ് ഏരിയ വൈൽ അതേഴ്സ് ആർ ഈറ്റിംഗ്. മറ്റുള്ളവർ കഴിക്കുന്നതിൻ്റെ അടുത്തുനിന്ന് നമ്മൾ അനാവശ്യ സൗണ്ട് ഉണ്ടാക്കുക. അങ്ങനത്തെ നമ്മുടെ സൗണ്ട് നമുക്ക് കംഫർട്ടാണ്, പക്ഷെ മറ്റുള്ളവർക്ക് അരോചകമാകുന്ന സൗണ്ടുകൾ നമ്മൾ ഉണ്ടാക്കാതിരിക്കുക. ടെലിഫോൺ എറ്റിക്വറ്റ്. ഗുഡ് ഫോൺ മാനേഴ്സ് റിഫ്ലക്റ്റ് ഗുഡ് ക്യാരക്ടർ. നമ്മുടെ ഫോൺ മാനേഴ്സ് വളരെ നല്ലതാണെങ്കിൽ നമ്മൾ നല്ല ക്യാരക്ടറുള്ള ആളാണെന്നാണ് അതിൻ്റെ അർത്ഥം. ശരിയല്ലേ? നമ്മുടെ സ്വഭാവം രീതിയിലാണ് നമ്മൾ ഫോണിലൂടെ സംസാരിക്കുക. നമ്മുടെ സ്വഭാവമാണ് അവിടെ കാണുന്നത്. ആൻസർ പൊളൈറ്റ്ലി, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ചിലർ സംസാരിക്കുമ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യൂല, ആരാ സംസാരിക്കുന്നതെന്ന് പറയൂല. സ്വയം പരിചയപ്പെടുത്തുക എന്നുള്ളതൊരു ഏറ്റവും അത്യാവശ്യമുള്ള ഒരു മര്യാദയാണ് ഫോണിന്റെ കാര്യത്തിൽ. റെസ്പെക്ട് അതേഴ്സ് ടൈം. പിന്നെ മറ്റേയാളെ വേറെ ആളെ നമ്മൾ വിളിച്ചു കഴിയുമ്പം അവരുടെ സമയം, ഇപ്പം നമുക്ക് ഫ്രീ ആണോ, ഞാൻ സംസാരിക്കട്ടെ എന്ന് ചോദിക്കുന്ന പരിപാടി നമുക്ക് കുറവാണ്. അവോയ്ഡ് യൂസിങ് ഫോൺസ് ഡ്യൂറിങ് കോൺഫറൻസസ്. നമ്മളോട് ആരെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. കീപ് കോൾസ് ബ്രീഫ് ഇൻ പബ്ലിക് പ്ലേസസ്. നമ്മൾ പബ്ലിക് പ്ലേസിലാണെങ്കിൽ ചിലർ അവിടെ കേൾക്കാൻ പാകത്തിന് ഉറക്കെ ഏത് പബ്ലിക് പ്ലേസിൽ നിന്നും
ഉറക്കെ ഫോൺ ചെയ്യുന്ന കാണാം, വീട്ടിലായാലും പബ്ലിക് പ്ലേസിലായാലും. അത് പാടില്ല. വളരെ കുറഞ്ഞ സംസാരത്തിൽ കോൾ അവസാനിപ്പിക്കുക. എൻഡ് കോൾ സ്പോട്ട്, നമ്മൾ വളരെ ബഹുമാനത്തോടെ കോൾ അവസാനിപ്പിക്കുക. പ്ലീസ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ഇഫ് യു ആർ ഗോയിങ് ടു യൂസ് ദാറ്റ് തിങ്. ആളുകളുടെ നടുവിലിരിക്കുമ്പോൾ നമ്മൾ ഈ ഫോൺ ഉപയോഗിക്കരുത്, നമ്മൾ പുറത്തേക്ക് പോകണം. മൊബൈൽ ഫോൺ എറ്റിക്വറ്റ് എല്ലാം ഏകദേശം ഒരുപോലെയാണ്. സൈലൻസ് ഫോൺസ് ഡ്യൂറിങ് മീറ്റിംഗ്സ്. നമ്മളൊരു മീറ്റിങ്ങിന് കയറുമ്പോൾ ഫോൺ സൈലന്റ് ആയിരിക്കണം. അവോയ്ഡ് ലൗഡ് കോൺവെർസേഷൻസ് ഇൻ പബ്ലിക്, നമ്മൾ പറഞ്ഞു. ഡു നോട്ട് യൂസ് ഫോൺസ് വൈൽ സമ്മൺ ഈസ് സ്പീക്കിംഗ്. വേറൊരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കരുത്. റെസ്പെക്ട് പ്രൈവസി ബിഫോർ ടേക്കിംഗ് ഫോട്ടോസ്. നമ്മൾ ഒരാളുടെ ഫോട്ടോ എടുക്കുന്നതിന് മുമ്പേ അവരോട് അനുവാദം വാങ്ങണം. അതുപോലെ ഡിജിറ്റൽ എറ്റിക്വറ്റ്. തിങ്ക് ബിഫോർ പോസ്റ്റിംഗ്. റെസ്പെക്ട് പ്രൈവസി ആൻഡ് ട്രൂത്ത്. എല്ലാവരും കിട്ടുന്നതൊക്കെ അങ്ങോട്ട് ഷെയർ ചെയ്യും. നമുക്ക് വരുന്ന മെസ്സേജുകളെല്ലാം ഷെയർ ചെയ്യേണ്ട ആളുകളല്ല. ഷെയർ ചെയ്യുന്നതിന് മുമ്പേ ഒരു ചെക്ക് ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടാവണം. നമ്മൾ ആലോചിക്കണം, ഇത് ശരിയായിരിക്കുമോ, സത്യസന്ധമായിരിക്കുമോ, ഇത് ദയുള്ള ഒരു കാര്യമാണോ, ഗുണമുള്ള കാര്യമാണോ, ഇത് ആവശ്യമുള്ള കാര്യമാണോ. ഇങ്ങനെ 3 ചെക്ക് ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടാവണം. കിട്ടുന്നതെല്ലാം നമ്മൾ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അയക്കുന്ന ആളുകളുടെ താല്പര്യം അനുസരിച്ച് മാത്രമേ അയക്കാവൂ. ഓക്കെ സർ. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇതെല്ലാം അങ്ങ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. അത്യാവശ്യമുള്ള കാര്യങ്ങളും വേണ്ടുന്ന കാര്യങ്ങളും കണ്ടുപിടിക്കാനുള്ള ഒരു മര്യാദ ഉണ്ടാവും. ഓഫീസ് എറ്റിക്വറ്റ് റൂൾസ്. ബി ഓൺ ടൈം. ഓഫീസിൽ സമയത്ത് ചെല്ലുക. അതുപോലെ തന്നെ ജോലികൾ കറക്റ്റ് സമയത്ത് ചെയ്തു തീർക്കുക. ഡോണ്ട് ഗെറ്റ് ടു പേഴ്സണൽ. റെസ്പെക്ട് യുവർ കൊളീഗ്സ്. കീപ് ഫോൺ യൂസേജ് ടു എ മിനിമം. ഡ്രസ് ടു മേക്ക് ആൻ ഇംപ്രഷൻ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ടാകുന്ന രീതിയിൽ വേണം നമ്മൾ എപ്പോഴും വസ്ത്രം ധരിക്കാൻ. അവോയ്ഡ് ഓഫീസ് ഗോസിപ്പ്. മറ്റുള്ളവരെ പറ്റി പരദൂഷണം പറയാൻ പാടില്ല. നമ്മൾ പരദൂഷണം കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. പക്ഷെ അവരങ്ങ് പോകുമ്പോൾ നമ്മൾ വിചാരിക്കുമല്ലോ, നമ്മളെ പറ്റി ഇങ്ങനെ പരദൂഷണം പറയൂലേ, അങ്ങനെയുള്ളവരെ വിശ്വാസം ഉണ്ടാവില്ല ആർക്കും. ട്രസ്റ്റ് നഷ്ടപ്പെടും. ട്രീറ്റ് കറസ്പോണ്ടൻസ് പ്രൊഫഷൻ. ഷെയർ ദ ക്രെഡിറ്റ്. ആരെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താൽ ഓഫീസർ തന്നെ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ പാടില്ല. ആ ക്രെഡിറ്റ് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓഫീസിൽ ജോലിക്ക് ചെന്ന് കഴിഞ്ഞാൽ ശമ്പളത്തിനാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. ഫോൺ ഉപയോഗിക്കുന്നത് വളരെ മിനിമത്തിലായിരിക്കണം. അത്യാവശ്യം ഓഫീസ് മാറ്റേഴ്സിന് മാത്രമേ ഫോൺ ഉപയോഗിക്കാൻ പാടുള്ളൂ. മിക്കവാറും ഓഫീസുകളിലും ചെന്നാൽ ആളുകൾ ഫോണിൽ ഇരിക്കുന്നുണ്ടാവും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാനൊരു സ്കൂളിൽ HM ആയിട്ട് ചാർജ് എടുത്തപ്പം PTA പ്രസിഡന്റ് ആദ്യം വന്ന് എന്നോട് പറഞ്ഞത്, ടീച്ചറെ, ഹെഡ്മാഷ് ഇല്ലാത്ത ദിവസം ഇവിടെ സഭ കൂടലാണ്, ഫോൺ വിളിക്കലും സഭ കൂടലുമാണ്. അതവർ വരാന്തയിലേക്ക് ഇറങ്ങി നിന്ന് വട്ടത്തിൽ നിന്ന് വർത്താനം പറയുകയൊക്കെ ചെയ്യും, കുട്ടികളെ ശ്രദ്ധിക്കാതെ. അതുകൊണ്ടാണ് ജനങ്ങൾ ഇത് കാണുന്നത്. അപ്പം ഹെഡ്മാഷ് കോൺഫറൻസിന് പോകുന്ന ദിവസം ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ സാധാരണ കോൺഫറൻസ് കഴിഞ്ഞ് നേരെ സ്കൂളിലേക്ക് തന്നെ, വീട്ടിലേക്ക് പോകാതെ സ്കൂളിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഹെഡ്മാഷ് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതൊക്കെ മാറും. പ്രൊഫഷണൽ എറ്റിക്വറ്റ്. പ്രൊഫഷണലിസം ഈസ് നോട്ട് എ പൊസിഷൻ, ഇറ്റ് ഈസ് എ ബിഹേവിയർ. ഈ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാല് നമ്മുടെ കസേരയല്ല, പദവിയല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ പെരുമാറ്റമാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു കസേരയെ ആർക്കും മാനിക്കാൻ പറ്റൂല, പെരുമാറ്റത്തെ മാത്രമേ മറ്റുള്ളവർക്ക് മാനിക്കാൻ പറ്റൂ. ശരിയല്ലേ? റെസ്പെക്ട് ഡിഫറൻസസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഡിഫറൻസിനെ റെസ്പെക്ട് ചെയ്യണം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പോസ്റ്ററാണിത്. ഏറ്റവും കൂടുതൽ ഡിഫറൻസിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് സ്കൂള്. ഏത് വീട്ടിൽ നിന്ന് വന്ന കുട്ടികളും നമ്മൾ ഇരുത്തുന്നിടത്ത് ഇരുന്നോളും, അടുത്തടുത്തിരിക്കും. ആ കുട്ടിയുടെ അടുത്ത് ഞാൻ ഇരിക്കൂലെന്നോ, ഞാൻ അവിടെ ഇരിക്കുന്നു ഇവിടെ ഇരിക്കുന്നു, അങ്ങനെയൊന്നും കുട്ടികൾ ചാട്ടി പിടിക്കൂല. ആരുടെ അടുത്ത് ഇരുത്തിയാലും വർത്തമാനവും പറഞ്ഞിട്ട് കൂട്ടും കൂടി ആ കുട്ടികൾ അവിടെ ഇരുന്നോളും.
കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു ഡിഫറൻസും ഇല്ല. അത് എനിക്ക് ഭയങ്കര മനസ്സിൽ പതിഞ്ഞ ഒരു കാര്യമാണ്. റെസ്പെക്ടിങ് ഡിഫറൻസസ്. റെസ്പെക്ട് പീപ്പിൾ റിഗാർഡ്ലെസ് ഓഫ് ഏജ്, കൾച്ചർ, ഒപ്പീനിയൻ, ബിലീഫ്സ് ഓർ എബിലിറ്റീസ്. നമുക്ക് ആരോടും വഴക്കിടേണ്ട ആവശ്യമില്ല. നമുക്ക് വി ക്യാൻ ഡിസഗ്രി വിത്തൗട്ട് ബീയിങ് ഡിസഗ്രിയബിൾ. നമുക്ക് വഴക്കിടേണ്ട കാര്യമില്ല. വ്യത്യസ്തതകളെ നമ്മൾ ഉൾക്കൊള്ളണം. മറ്റുള്ളവരെ മാനിക്കാൻ പറ്റാതെ വന്നിട്ട് ലോകമഹായുദ്ധം വരെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് അഡോൾഫ് ഹിറ്റ്ലർ. ഹിറ്റ്ലർക്ക് അവർ മാത്രം മറ്റുള്ളവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അധികാരമില്ല, അല്ലെങ്കിൽ അർഹതയില്ല എന്നുള്ള ഒരു ചിന്തയായിരുന്നു ഹിറ്റ്ലറുടെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെയാണ് മറ്റുള്ളവരെ മുഴുവൻ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുപോയി കൊന്നു കളഞ്ഞത്. എറ്റിക്വിറ്റെ ഈസ് ഹ്യൂമാനിറ്റി. മറ്റുള്ളവരെ ബഹുമാനിക്കലാണ് എറ്റിക്വിറ്റെ. വാല്യൂ ഡൈവേഴ്സിറ്റി ആൻഡ് ലേൺ ഫ്രം ഡിഫറൻസസ്. നമ്മൾ വ്യത്യസ്തതകളെ വാല്യൂ ചെയ്യുകയും അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ പഠിക്കാനും നമുക്ക് പറ്റണം. 7 കോമൺ എറ്റിക്വിറ്റെ മിസ്റ്റേക്സ് ടു അവോയ്ഡ്. നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട മിസ്റ്റേക്കുകൾ. അറ്റൻഡിങ് എ പാർട്ടി ഓർ വിസിറ്റിംഗ് വിത്ത് എംപ്റ്റി ഹാൻഡ്സ്. നമ്മൾ ഒന്നും കയ്യിലില്ലാതെ ഒരു സ്ഥലത്തേക്ക് കയറി ചെല്ലരുത്. ഹാവിങ് ഓൺ ആൻ ഇയർഫോൺ വൈൽ ടോക്കിംഗ് ടു സമ്മൺ. ചിലരോട് നമ്മൾ വർത്തമാനം പറയുമ്പോൾ അവരുടെ ചെവിയിൽ ഇയർഫോൺ ഉണ്ടാവും. അപ്പം നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇയർഫോൺ വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ വേഗം ഒരെണ്ണം എടുത്ത് കൈ പിടിക്കും. പറഞ്ഞോളൂ പറഞ്ഞോളൂ എന്ന് പറയും. നോട്ട് ഇൻട്രൊഡ്യൂസിങ് അതേഴ്സ്. നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ അവരെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അറ്റൻഡിങ് ആൻ ഈവൻറ്റ് വിത്ത് ആൻ അൺഇൻവൈറ്റഡ് ഗസ്റ്റ്. ഒരു ഇൻവൈറ്റ് ചെയ്യാത്ത ഗസ്റ്റിനെയും കൂട്ടി ഒരു പരിപാടിക്ക് പോകരുത്. സിറ്റിംഗ് വൈൽ ബീയിങ് ഇൻട്രൊഡ്യൂസ്ഡ് ടു സമ്മൺ. നമ്മളെ ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഇരിക്കുകയല്ല വേണ്ടത്, നമ്മൾ എഴുന്നേറ്റ് നിന്ന് അവരെ മാനിക്കണം. സ്റ്റെയറിങ് അറ്റ് പീപ്പിൾ. ആളുകളെ തുറിച്ച് നോക്കരുത്. ആൻസറിങ് എ കോൾ അറ്റ് ദ ഡൈനിങ് ടേബിൾ. ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ കോള് വന്നാൽ നമ്മൾ ആൻസർ ചെയ്യാൻ നിൽക്കരുത്. പിന്നെ ചെയ്യാലോ, ഒരെണ്ണം കൂടി ഞാൻ എഴുതിയിട്ടുണ്ട്. ഇന്ററപ്റ്റിംഗ് അതേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വർത്തമാനം പറയുമ്പോൾ ഇടയ്ക്ക് കയറി ഗോസിപ്പിംഗ്. ഗോസിപ്പിംഗ് നമ്മൾ പറഞ്ഞു, നമ്മളെ ആർക്കും ഒരു ട്രസ്റ്റ് ഉണ്ടാവില്ല ഗോസിപ്പ് ചെയ്തുകൊണ്ടിരുന്ന. എക്സസീവ് ഫോൺ യൂസ്. നമ്മൾ കൂടുതൽ ഫോൺ മാത്രം ഉപയോഗിച്ചിരിക്കുന്ന ആളാണെങ്കിൽ നമ്മളോട് മറ്റുള്ളവർക്ക് താല്പര്യം ഉണ്ടാവില്ല. ക്രോണിക് ലേറ്റ്നെസ്. നമ്മളെപ്പോഴും ലേറ്റായി മാത്രം എവിടെ എത്തുന്ന ഒരാളാകരുത്. ഇഗ്നോറിങ് ഗ്രീറ്റിംഗ്സ്. ആരെങ്കിലും ഗ്രീറ്റ് ചെയ്താൽ മറുപടി പറയണം. താങ്ക് യു പറയാതിരിക്കരുത്. ഡോമിനേറ്റിംഗ് കോൺവെർസേഷൻ. ഒരു കോൺവെർസേഷൻ നമ്മളായിരിക്കണം മെയിൻ എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവരുത്. ഡോമിനേറ്റ് ചെയ്യരുത്. ഇത് ഷേക്ക് ഹാൻഡ് ചെയ്യുന്നതിൻ്റെ രീതിയാണ്. ഷേക്ക് ഹാൻഡ് ചെയ്യുമ്പോൾ വളരെ പൊളൈറ്റായിട്ട് ഷേക്ക് ഹാൻഡ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. If you don't have anything nice to say, don't say anything at all. ഗോസിപ്പിനെ പറ്റി പറഞ്ഞതാണ്. നമുക്ക് നല്ലതൊന്നും പറയാനില്ലെങ്കിൽ ഗോസിപ്പ് പറയാതിരിക്കുക, ഒന്നും പറയാതിരിക്കുക. ഗോസിപ്പ് കേൾക്കാൻ ആളുകൾക്ക് ഇഷ്ടമായിരിക്കും, അതുകൊണ്ട് നമ്മൾ പറയാൻ പാടില്ല. ദ ഹാർട്ട് ഓഫ് എറ്റിക്വിറ്റ്. യഥാർത്ഥ ഹൃദയം 3 കാര്യങ്ങളിലാണ്. കൈൻഡ്നസ്, എമ്പതി ആൻഡ് റെസ്പെക്ട്. നമുക്ക് സാധാരണ മട്ടിലുള്ള എല്ലാ എറ്റിക്വിറ്റെ സാമാന്യ മര്യാദകളും നമുക്കുണ്ടെങ്കിൽ നമുക്ക് കൈൻഡ്നസ് ഉണ്ടാവും, എമ്പതി ഉണ്ടാവും, നമുക്ക് റെസ്പെക്റ്റ് ഉണ്ടാവും. എറ്റിക്വിറ്റെ ഈസ് നോട്ട് അബൌട്ട് റൂൾസ്, ഇറ്റ് ഈസ് അബൌട്ട് റിലേഷൻഷിപ്സ്. ഇത് നിയമങ്ങളല്ല, നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനുള്ള മാർഗമാണ് എറ്റിക്വിറ്റ്. റിഫ്ലക്ഷൻ ക്വസ്റ്റ്യൻസ്. ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ്. പത്മ മാഡം ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? വാട്ട് എറ്റിക്വിറ്റെ ഹാബിറ്റ് ക്യാൻ ഐ ഇംപ്രൂവ് ടുഡേ? ഇന്ന് ഈ ക്ലാസ്സിന് ശേഷം ഏത് എറ്റിക്വിറ്റെ ഹാബിറ്റാണ് നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്? പറയാവോ?
റെസ്പെക്ട്. ഏതെങ്കിലും ഒരു എറ്റിക്യൂറ്റ് നമ്മൾ ഓർക്കാത്ത ഒരെണ്ണം ഓർമ്മ വരുന്നുണ്ടെങ്കിൽ പറയാം. ആരും എന്തോ പറയാൻ തുടങ്ങിയായിരുന്നു, കേട്ടില്ല. റെസ്പെക്ട് വേണം. മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാന്നുള്ളത് അല്ലേ? നമ്മള് ആരെയും ജഡ്ജ് ചെയ്യാതെ, നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ നമുക്ക് നല്ല താല്പര്യമാണ് അല്ലേ ഹരി സാറേ? അതെ 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 മാം. നമ്മൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാതെ നമ്മളെ തന്നെ നമ്മളിൽ മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുക. എനിക്ക് കുറച്ചും കൂടി റെസ്പെക്റ്റ് മറ്റുള്ളവരോട് കാണിക്കണം എന്ന് തോന്നാലോ. നമ്മളിൽ നിന്ന് തന്നെയാണ് മാറ്റം ഉണ്ടാവേണ്ടത്. നമ്മളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വീട്ടിലും സമൂഹത്തിലും മനോഹരമായ മാറ്റങ്ങളായി മാറും. ശരിയല്ലേ ഹരി സാറ്? ശരിയാണ് ടീച്ചറെ. ആളുകൾ എപ്പോഴും ദയയാണ് ഓർക്കുക, നമ്മുടെ സ്റ്റാറ്റസ് അല്ല ഓർക്കുന്നത്. ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അയാൾ വലിയ MD ഒക്കെയാണ്, പക്ഷെ ആരോടും ചിരിക്കൂല, ഭയങ്കര റഫാണ്, ആളുകളോടൊക്കെ വളരെ ഒരു ദയയില്ലാതെയാണ് പെരുമാറുക. അങ്ങനെയുള്ള ഒരു ഡോക്ടറായിരുന്നു. ആ ഡോക്ടറെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാണ്. പക്ഷെ അസുഖം മാറാൻ അങ്ങനെ അടുത്ത് പോകാതെ നിവൃത്തിയില്ല. അന്നൊന്നും ഇത്രയധികം ഹോസ്പിറ്റലുകളൊന്നും ഇല്ലല്ലോ, ഒന്ന് മാറിപ്പോകാൻ വേറൊരു സ്ഥലമില്ല. അങ്ങനെ വന്നപ്പോൾ അവിടെ ഒരു അറ്റൻഡർ ഉണ്ടായിരുന്നു, അടിച്ചു വാരി തുടയ്ക്കുന്നയാള്. അങ്ങേരെ ആര് വന്നാലും ചിരിച്ചുകൊണ്ട് അവരെ ഗ്രീറ്റ് ചെയ്യും. അവര് വയ്യാത്തവർ വന്നാൽ അവരെ പിടിച്ച് ഇരിക്കാൻ സ്ഥലത്ത് കൊണ്ട് ഇരുത്തും. അങ്ങനെയൊക്കെ വളരെ നല്ലോണം പെരുമാറുന്ന ഒരു അറ്റൻഡർ ഉണ്ടായിരുന്നു. ഈ ഡോക്ടറും റിട്ടയർ ചെയ്തു, അറ്റൻഡറും റിട്ടയർ ചെയ്തു. അപ്പോൾ ഈ ഹോസ്പിറ്റലിന്റെ ഒരു ജൂബിലിയോ ഫംഗ്ഷനോ എന്തോ വന്നപ്പോൾ വലിയൊരു ഫംഗ്ഷൻ വന്നു. അപ്പൊ ഇവര് റിട്ടയർ ചെയ്ത ഈ രണ്ടാളുകളും ആ ഫംഗ്ഷന് പോയി. ആരെയാണ് ആളുകൾ കൂടുതൽ മാനിക്കുക? ഡോക്ടറെ ആരും മൈൻഡ് ചെയ്തില്ല. ഈ അറ്റൻഡറെ എല്ലാവരും സന്തോഷത്തോടെ രോഗ്യം പറയുകയും ഇഷ്ടപ്പെടുകയും അറ്റൻഡറെ പിടിച്ചുകൊണ്ട് ഇരുത്തുകയും ഒക്കെ ചെയ്തു. അതാണ് ആ വ്യത്യാസം. നമ്മൾ ആ വെള്ളത്തിൽ ഒരു കല്ലെടുത്തിടുമ്പോൾ, ഒരു ചെറിയ കല്ലാണ്, ഒരു ദയ, ചെറിയൊരു കല്ല്, ആ വെള്ളത്തിലുണ്ടാകുന്ന ഓളം കണ്ടില്ലേ? വേറൊരാൾക്ക് ഒരു ചെറിയ നല്ല കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ആ വെള്ളത്തിലുണ്ടായ ആ ഓളം പോലെ അവരുടെ മനസ്സിൽ എന്നും മായാതെ മറക്കാതെ ഇത് ഓർമ്മയുണ്ടാവും. ഇവിടെ ഒരു വയസ്സായ ഒരാളെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കുകയാണ് ഒരു കുട്ടി, ഒരു യൂത്ത്. അതൊരു നല്ല എറ്റിക്യൂറ്റാണ്, ഏറ്റവും വലിയൊരു മര്യാദയാണ്. റോഡ് ക്രോസ് ചെയ്യാൻ പറ്റാതെ ഇരുന്ന ഒരു വയസ്സായ ആളെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കുന്നു. പക്ഷെ എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ വിചാരിക്കുകയാണ്, ഇങ്ങനെ നമ്മൾ പുറമെ ആളുകളുടെ മുമ്പിൽ കാണിക്കുന്ന ഈ സ്വഭാവം വീട്ടിൽ ചെയ്യില്ല പലരും. വീട്ടിലുള്ള വയസ്സായ ഒരു അച്ഛനെയോ അമ്മേനെയോ ഗ്രാൻഡ് ഫാദറോ ഗ്രാൻഡ് മദറോ ആരെയെങ്കിലും ഒക്കെ നോക്കുന്ന, അല്ലെങ്കിൽ അവരെ നന്നായി പരിചരിക്കുന്ന, അല്ലെ അവരോടൊന്ന് മിണ്ടുന്ന, അവരോടൊന്ന് ചിരിക്കുന്ന, അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് കൊടുക്കുന്ന ആ മര്യാദ ചിലപ്പം ഈ പുറത്തിങ്ങനെ കാണിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവണമെന്നില്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലുള്ളവരോടാണ് ഈ നന്മ ചെയ്യേണ്ടത്. അത് എനിക്ക് പറയാൻ നല്ല ഒരു ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പേ എന്നെപ്പറ്റി വളരെ നല്ല അഭിപ്രായത്തോടു കൂടിയാണ്, അഭിപ്രായത്തിൽ ഇരിക്കെ തന്നെയാണ് എൻ്റെ അച്ഛൻ മരിച്ചത്. അതിനുശേഷം അമ്മച്ചി ഒരു സാധാരണ സ്ത്രീയായിരുന്നു. അപ്പൊ അച്ഛൻ എന്നോട് ഭയങ്കര താല്പര്യം എന്നുള്ള മട്ടിലൊക്കെ ഇരുന്ന് മറ്റുള്ളവരെല്ലാം കൂടി എന്നോടുള്ള താല്പര്യം കുറച്ച് വെച്ചു. പക്ഷെ അമ്മച്ചി മറ്റു മക്കളോട് കൂടെ കൂടുതൽ മിങ്കിള് ചെയ്തെങ്കിലും അവസാനം അവരെല്ലാവരും സ്വത്തൊക്കെ വാങ്ങിയെടുത്തിട്ട് അമ്മച്ചിയെ അവസാന കാലത്ത് ഒരു 85 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ, ജോലി ചെയ്യാനൊന്നും പറ്റാതെ വന്നപ്പോൾ ഒഴിവാക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ എനിക്ക് ഇടപെടാനും അത് അമ്മച്ചിക്ക് നല്ലൊരു സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും സാധിച്ചു. അപ്പോൾ അമ്മച്ചിയുടെ അനുഗ്രഹം കിട്ടുന്ന ഒരവസ്ഥ എനിക്ക് ദൈവാധീനം ഉണ്ടായി. അപ്പോൾ ആ ഒരു
കാര്യമാണ്. പുറത്ത് നമ്മൾ ആരെയും സഹായിക്കരുത് എന്നല്ല, ആ പുറത്ത് മറ്റുള്ളവർ കാണുക സഹായിക്കുന്ന നേരം കൊണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമുക്കൊരു ചിന്ത നിർബന്ധമായിട്ട് നമുക്ക് ഉണ്ടാവണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ് അൾട്ടിമേറ്റ് എറ്റിക്വറ്റ്. ഏറ്റവും വലിയ മര്യാദ നമ്മൾ വീട്ടിലുള്ളവരോട്, പ്രായമുള്ളവരോട് കാണിക്കുന്നതാണ്. ട്രീറ്റ് എവരി പേഴ്സൺ വിത്ത് ഡിഗ്നിറ്റി. കൺക്ലൂഷൻ: എറ്റിക്വറ്റ് ഈസ് നോട്ട് അബൌട്ട് പെർഫെക്ഷൻ. നമ്മൾ പെർഫെക്റ്റ് ആകാൻ പറ്റില്ല. ഇറ്റ് ഈസ് അബൌട്ട് മേക്കിംഗ് അതേഴ്സ് ഫീൽ വാല്യൂഡ്. മറ്റുള്ളവരെ വാല്യൂഡ് ആയിട്ട് കാണാനാണ് എറ്റിക്വറ്റ് ഉപയോഗിക്കേണ്ടത്. റെസ്പെക്റ്റഡ് ആൻഡ് കംഫർട്ടബിൾ. മറ്റുള്ളവർക്ക് അസൗകര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ സ്വാതന്ത്ര്യം മറ്റേ ആളുടെ മൂക്കിന്റെ വളരെ ദൂരത്തിലേ നിൽക്കണം. റെസ്പെക്ട് ബിഗിൻസ് അറ്റ് ഹോം. വീട്ടിലാണ് എല്ലാ റെസ്പെക്റ്റും, എല്ലാ നല്ല സ്വഭാവങ്ങളും കാണിക്കേണ്ട സ്ഥലം വീടാണ്. കൈൻഡ്നസ് ഈസ് ദ ഹാർട്ട് ഓഫ് എറ്റിക്വറ്റ്. എറ്റിക്വറ്റയുടെ ഹൃദയമാണ് കൈൻഡ്നസ്. സ്മോൾ ആക്ട്സ് ഓഫ് കോർട്ടസി മേക്ക് എ ബിഗ് ഡിഫറൻസ്. നമ്മൾ ചെറിയ കാര്യം ചെയ്താൽ മതി, ചെറിയൊരു നല്ല മാനേഴ്സ് അല്ലെ മര്യാദ കാണിച്ചാൽ മതി, അതിന് ഒരു ചെലവുമില്ല. ഗുഡ് മാനേഴ്സ് കോസ്റ്റ് നത്തിങ് ബട്ട് ദേ ക്യാൻ ചേഞ്ച് എവറിഥിങ്. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഒരു ചെലവുമില്ലാത്ത ഈ മര്യാദകൾ നമ്മൾ കാണിക്കുകയാണെങ്കിൽ. താങ്ക് യു വെരി മച്ച്. ബി കൈൻഡ് വെൻ എവർ പോസിബിൾ. ഇറ്റ് ഈസ് ഓൾവേസ് പോസിബിൾ. ഇതുമില്ല, ഞാൻ കളഞ്ഞു. അപ്പോ പറഞ്ഞു വന്നത്, നമ്മൾ ഒരു ചെലവും ഇല്ലാതെ കാണിക്കാവുന്ന ഈ മര്യാദകൾ കാണിക്കാൻ തയ്യാറാകുക. ബി കൈൻഡ്. എല്ലാവർക്കും മര്യാദകളുണ്ട്, പക്ഷെ ഏതെങ്കിലുമൊക്കെ വിട്ടുപോയതുണ്ടാവും ഇടയിൽ കൂടെ. അതൊന്ന് ഓർമ്മിക്കാനുള്ള ഒരു അവസരമാകട്ടെ ഈ ക്ലാസ്. ബി കൈൻഡ് വെൻ എവർ പോസിബിൾ. ഇറ്റ് ഈസ് ഓൾവേസ് പോസിബിൾ. നമുക്ക് എപ്പോഴും ദയ കാണിക്കാൻ പറ്റും, അതെപ്പോഴും പോസിബിൾ ആണ്. ദലൈലാമയുടെ ഒരു കോട്ടാണ്. എല്ലാവർക്കും നല്ലൊരു നന്ദി പറയുന്നു. നല്ലൊരു മാറ്റം നമ്മുടെ വീടുകളിൽ നിന്നും നമ്മളിൽ നിന്നും തന്നെ തുടങ്ങട്ടെ. ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. താങ്ക് യു ടീച്ചറെ. ഒന്ന് പറഞ്ഞോളൂ ഹരി സാറേ. പിന്നെ ഫീഡ്ബാക്ക് മറ്റേ സാബു സാറ് എങ്ങോട്ടോ മാറിയിട്ടു. താങ്ക് യു ടീച്ചർ. നമുക്കെല്ലാം നല്ലൊരു ക്ലാസ് എടുത്തു തന്ന ഓമന ടീച്ചർക്ക് എൻ്റെ നന്ദി അറിയിക്കുന്നു, ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പിന്നെ നല്ല സെഷനായിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു. ഈ ക്ലാസ്സിലൂടെ എനിക്ക് കൂടുതലും ഇഷ്ടം തോന്നിയത് മാഡം ടീച്ചറിന് മദറിനെ ഒരു ഇന്റൻഷണൽ ആക്ടിലൂടെ അമ്മച്ചീനെ നല്ല കെയർ കൊടുക്കാൻ സാധിച്ചു ടീച്ചറിന്. അങ്ങനെ ഒരു മാതൃകയായിട്ട് നമുക്കെല്ലാം മുമ്പിൽ നിൽക്കുന്ന ടീച്ചറിനെ എല്ലാ ആശംസകളും. താങ്ക് യു സർ. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞോ? ഇല്ല സാർ, ഒരാൾ പറഞ്ഞതേ ഉള്ളൂ, സാറിനെ കാണാഞ്ഞോണ്ട്. നമസ്കാരം. വീട്ടിൽ ശീലിക്കുന്ന കാര്യങ്ങളും വീട്ടുകാർ ശീലിപ്പിക്കുന്ന കാര്യങ്ങളും ആണ് പുറത്തു പോയി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. നല്ല ക്ലാസ് ആയിരുന്നു. വളരെ ടീച്ചർ എന്നുള്ള രീതിയിൽ നല്ല ക്ലാസ് എടുത്തു, നല്ല രീതിയിൽ മനസ്സിലായി. നല്ല ക്ലാസ്. നന്ദി, നമസ്കാരം. പറഞ്ഞതുപോലെ ഞാൻ പറയട്ടെ, പറഞ്ഞോട്ടെ? സാറിനെ കണ്ടു ഒത്തിരി നാളായി. പറഞ്ഞോട്ടെ? പറയൂ. ഓമൻ ടീച്ചർ പറഞ്ഞതുപോലെ ജീവിക്കുന്ന ഒരു ജനസമൂഹത്തില് ഞാൻ പോയിട്ട് എനിക്ക് കൊതിയായി പോയി. ജപ്പാനില് ആളുകള് ഈ മര്യാദകളെല്ലാം പാലിക്കുന്നവരാണ്. വിനയം, അങ്ങേയറ്റത്തെ വിനയം കാണിക്കും. അതേപോലെ മുതിർന്നവരുടെ അടുത്ത് അവർ തല താഴ്ത്തി ദേഹം വളച്ചിട്ടാണ് വിഷ് ചെയ്യുന്നത്. പിന്നെ അവർ ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ ശബ്ദം ഉണ്ടാക്കുകയോ വർത്തമാനം പറയുകയോ ചെയ്യില്ല.
അവർ ഒരു ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവർ അവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടേ പോരുള്ളൂ. നമ്മളൊരു ഹോട്ടലിലെ വാഷ് ബേസിൽ നമ്മൾ ഇത്തിരി വെള്ളം അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പുറകെ വരുന്ന ആള് ഒരു ടിഷ്യൂ എടുത്തിട്ട് അയാൾ അത് തുടച്ച് വൃത്തിയാക്കിയിട്ട് പോകുന്നല്ല, നമ്മളെ ചീത്ത പറയുകയൊന്നുമില്ല. അതേപോലെ ട്രെയിനിലും കയറുന്നിടത്തെല്ലാം ഈ ക്യൂ കൃത്യമായിട്ട് അവർ പാലിക്കുന്നുണ്ട്. അവരുടെ ഈ മാനേഴ്സ്, ഒരു സ്ഥലത്തും ഡസ്റ്റ്ബിൻ കാണാൻ പറ്റില്ല. അഴുക്കെല്ലാം അവര് അവരെ എവിടെ ഇടുന്നില്ല. അത്ര റോഡിലാണെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റോഡിൽ കിടന്ന് ഉരുണ്ടാൽ പോലും ഒരു പൊടിയോ അഴുക്കോ പറ്റില്ല. വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ഒന്നും അവിടെ ഉണ്ടാവില്ല. പിന്നെ അവരുടെ ഡൈനിങ് ഹാളിലും ഒക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ അന്തം വിട്ടു. ഇന്നിപ്പോൾ ഡൽഹിയിൽ വന്ന ഈ ജപ്പാൻ പ്രധാനമന്ത്രി ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയുടെ മീറ്റിങ്ങിൽ 2 വർഷം മുന്നേ അവിടെ പോയപ്പോൾ ഞങ്ങൾക്കൊരു വിരുന്ന് തന്നിരുന്നു. അവിടെ 12:30 എത്തണമെന്ന് പറഞ്ഞു. 12:29 നമ്മളെ കയറ്റില്ല. 12:30 കൃത്യം കടക്കുകയും പ്രധാനമന്ത്രി വരികയും നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ വളരെ വളരെ ചിട്ടയായിട്ട് ചില രാജ്യങ്ങളിൽ അങ്ങനെ നടക്കുന്നുണ്ട്. മാഡം പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നമ്മൾ കേരളത്തിൽ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ നമ്മൾ പുറന്തള്ളപ്പെടും. ഈ കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾ ക്യൂ നിന്നുകൊണ്ട് ഡൈനിങ് ഹാളിലേക്ക് കയറാൻ നിന്നാൽ നമുക്കൊരിക്കലും ഭക്ഷണം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ തന്നെ നമ്മൾ ഈ റോഡിൽ ക്യൂ പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഉദ്ദേശിച്ച സ്ഥലത്തെത്താൻ പറ്റില്ല. ഈ 2 വീലർ ഓട്ടോറിക്ഷയൊക്കെ വെട്ടിച്ച് ഇടതും വലതും കൂടെയൊക്കെ ഇടിച്ചു കയറുന്നിടത്ത് നമ്മൾ മര്യാദരാമനായാൽ നമുക്ക് കേരളത്തിൽ പുറന്തള്ളപ്പെടും. ചാനൽ ചർച്ച കണ്ടാൽ അറിയാം, ഒരാൾ സംസാരിക്കുമ്പോൾ വേറൊരാൾ സംസാരിക്കാൻ പാടില്ല, അത് ക്ഷമയോടെ കേൾക്കണമെന്നൊക്കെ പറഞ്ഞത് നമ്മുടെ കുട്ടികൾ കണ്ടുപിടിക്കുന്ന ചാനൽ ചർച്ചയാണ്. അപ്പം കേരളം ആണ് ഏറ്റവും മര്യാദരഹിതമായിട്ട് ജീവിക്കുന്നവരുടെ ഒരു സംസ്ഥാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ടീച്ചർ പറഞ്ഞതൊന്നും ഈ വെള്ളരിക്കാപട്ടണമോ അല്ലെ ഒരു യൂട്ടോപ്പിയോ അല്ല. ജപ്പാനിൽ പോയാൽ ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത് കാണാം. മുതിർന്നവരോടുള്ള വലിയ ബഹുമാനം, അതേപോലെ തന്നെ ആളുകൾ ആരും തന്നെ ഈ ദേഹം പുറത്ത് കാണിക്കുന്ന വൃത്തികെട്ട വസ്ത്രധാരണ രീതിയായിട്ട് നടക്കുന്നില്ല. ആരും തുറിച്ചു നോക്കുന്നില്ല. അങ്ങനെ എന്തൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു അടുത്ത ജന്മം ജപ്പാനിൽ ജനിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം അത്രയും നല്ല മാനേഴ്സ് കുട്ടികൾ വീടുകളിലും ഒക്കെ കുട്ടികളെ പഠിപ്പിക്കുകയും അവരെല്ലാം അത് പാലിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഉറക്കെ ചിരിക്കുക പോലും ഇല്ല. നമ്മളവിടെ ബുള്ളറ്റ് ട്രെയിനിലൊക്കെ കയറുമ്പോൾ മലയാളികളാണ് അടുത്തിരിക്കുന്നവർക്ക് അസ്വാരസ്യം ഉണ്ടാക്കുന്ന വിധത്തിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അവരൊക്കെ ഒന്നിൽ വായിക്കും, അല്ലെങ്കിൽ ഫോണിൽ നോക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൃത്യമായിട്ട് നമ്മൾ അവിടെയൊക്കെ പോയി കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. ടീച്ചർ ഈ ക്ലാസ് എടുത്തത് വളരെ നന്നായി. നമ്മളൊക്കെ എത്ര പ്രാകൃതമായിട്ടാണ് ഇരിക്കുന്നത്, എത്ര മോശമായിട്ടാണ്. പിന്നെ നമ്മുടെ പഴയ വസ്ത്രവും കക്ഷം കീറിയ നൈറ്റിയൊക്കെ വീട്ടിലല്ലാതെ പിന്നെ എവിടെയാണ് ഇടുന്നതെന്നൊരു ചോദ്യം കൂടെ ഉണ്ട്. എപ്പോഴും ഡീസൻ്റായി ഇങ്ങനെ ഇരിക്കുകയും കൃത്രിമമായിട്ട് പെരുമാറുക. പിന്നെ ഉറക്കെ ഒന്ന് ചീത്ത പറയണേ ആരെയാ പറയണ്ടേ? വീട്ടിലല്ലേ പറയാൻ പറ്റൂ. ഭാര്യക്കിട്ടല്ലേ 2 വഴക്ക് പറയാൻ പറ്റുള്ളൂ. ഓഫീസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരം അറിയും. അങ്ങനെ ഒക്കെ ഒരു പ്രത്യേക എന്തായാലും ഈ ക്ലാസ് ഈ വിഷയം സെലക്ട് ചെയ്തതിൽ വളരെ അഭിനന്ദനം. നമുക്കൊക്കെ ഒരു ഇൻട്രോസ്പെക്ഷൻ, ഉള്ളിലേക്ക് ഞാൻ ഇങ്ങനെയൊക്കെയാണോ എന്നൊക്കെ നോക്കാനുള്ള ഒരു കാര്യം ടീച്ചറുടെ ഈ ക്ലാസ് വഴി ലഭിച്ചു എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും ഒരു നല്ല ക്ലാസ് ആയിരുന്നു. വളരെ ടീച്ചർ എപ്പോഴും ഐഡിയൽ ആയിട്ടുള്ള സിറ്റുവേഷനുകളൊക്കെ പറ്റി പറയാറുണ്ട്. കുറച്ചെങ്കിലുമൊക്കെ നമുക്ക് അനുകരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കൺക്ലൂഷൻ. താങ്ക് യു. താങ്ക് യു സർ. അമർജ്യോതി മാം. Hi friends, thank you Omina ma'am, thank you Sabu sir. ക്ലാസ് ഞാൻ സാറേ ഇന്ന് മീറ്റിംഗ് ഉണ്ടല്ലോ, PCT-ന്റെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിന് എന്തായാലും പങ്കെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ചെയ്യേണ്ടി വന്നു. എന്തായാലും മാഡത്തിന്റെ ക്ലാസ് ഞാൻ നാളെ ബാക്കി റെക്കോർഡിങ് ഞാൻ കേട്ടിട്ട് കേൾക്കും എന്തായാലും. മാഡം സോറി മാഡം, ഒന്നും വിചാരിക്കരുത്. ഓക്കെ, എന്തായാലും നല്ലൊരു ടോപ്പിക്കാണ് മാം സെലക്ട് ചെയ്തത്. ഞാൻ എന്തായാലും അത് കേൾക്കും. താങ്ക് യു മാം. താങ്ക് യു മാം. കുഞ്ഞായി മാസ്റ്റർ. ഓക്കെ സർ, ഞാൻ പറയാം. എല്ലാവർക്കും നമസ്കാരം. സാബു സാർ, നന്ദി സാബു സാറിനെ ക്ഷണിച്ചതിന്. ഓമന ടീച്ചറുടെ ക്ലാസ് ഞാൻ ഇന്ന് മുഴുവനും കേട്ടു. വളരെ സന്തോഷം. നമുക്ക് സമൂഹത്തിൽ എല്ലാവർക്കും സന്തോഷം ഉണ്ടാകുന്ന രീതിയിൽ, എല്ലാവർക്കും നന്മ ഉണ്ടാകുന്ന രീതിയിൽ, എല്ലാവരെയും ആകർഷിക്കത്തക്ക രീതിയിൽ, ഉപകാരപ്പെടുന്ന രീതിയിൽ ജീവിക്കാൻ
ആവശ്യമായിട്ടുള്ള എങ്ങനെ ജീവിക്കണം, എങ്ങനെ പെരുമാറണം തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം ഏത് മേഖലയിലായാലും ശരി അതിൻ്റെ ഒരു ഔട്ട്ലൈൻ രൂപരേഖ നമുക്ക് ഓമന ടീച്ചർ നല്ല സൗമ്യമായ ഭാഷയിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിശദീകരിച്ചു വന്നു. പ്രത്യേക നന്ദി ടീച്ചർ. ഇത് ആദ്യമായിട്ട് ഇതിൻ്റെ തുടക്കം കുറിക്കേണ്ടത് വീടുകളിൽ വെച്ചാണെന്നുള്ളത് ടീച്ചർ പ്രത്യേകം ഊന്നി പറഞ്ഞു. അത് വളരെ ശരിയാണ് ടീച്ചർ. നമുക്ക് വീട്ടിൽ നിന്ന് നമുക്ക് എല്ലാത്തിൻ്റെ രൂപം ഉണ്ടാവേണ്ടത്. തുടക്കം കുറിക്കേണ്ടത് വീട്ടിൽ നിന്ന് തന്നെയാണ്. പക്ഷെ എനിക്ക് ടീച്ചറോട് വിയോജിപ്പുള്ള ഒരു മേഖല, ഞാൻ പല മേഖലയിലുള്ള ഒരു വ്യക്തി നിലയിൽ ചിലപ്പോൾ കൃഷിസ്ഥലത്തും ഈ പണിക്കാരടുത്തൊക്കെ ആയി വരുമ്പോൾ ഞാൻ ഏത് VIP വന്നാലും അതേ രീതിയിൽ തന്നെയാണ് അവരെ സ്വീകരിക്കലും അവരോട് ഇടപഴകലും ഭക്ഷണം കഴിക്കലും ഒക്കെ. അത് പിന്നീടൊക്കെ മാറ്റം വരുത്താന്നല്ലാതെ അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഒരുക്കം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറില്ല. ആ സമയത്ത് പുറത്ത് പോകുമ്പോഴൊക്കെ നമ്മൾ മറ്റു മേഖലയിൽ ഇടപെടുമ്പോഴൊക്കെ മാന്യമായിട്ട് അവർ വസ്ത്രധാരണം ഉണ്ടാവും. ഇത് അങ്ങനെ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഏത് രീതിയിലാണോ വീട്ടിൽ നിൽക്കുന്നത് ആ രീതിയിൽ നമ്മൾ കൈലിമുണ്ട് ഒരു തോർത്ത് തോളിലിട്ടിട്ട് നമ്മൾ നിന്നുകൊണ്ട് നമ്മൾ എടുക്കുന്ന ജോലി എടുത്തുകൊണ്ട് വരെ സ്വീകരിക്കാം. പിന്നീട് പക്ഷേ അത് അപ്പോഴൊക്കെ നമ്മൾ വൃത്തിയും മാന്യതയും ബഹുമാനവും വിനയവും ഒക്കെ കാണിക്കണമെന്ന് മാത്രം. ഈ ഒരു രീതിയാണ് എൻ്റെ ജീവിത രീതി. ഇത് ടീച്ചർ യോജിപ്പുണ്ടോ എന്തോ എനിക്കറിയില്ല. ഏതായാലും നല്ലൊരു സെഷനായിരുന്നു, നമുക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു സെഷൻ. താങ്ക് യു ടീച്ചർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സാർ. ഇനി ആരാ പറയുന്നത്? ബഷീർ ഉണ്ട്, മനു ഉണ്ട്, പത്മാമാൻ പറയൂ. എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. നിങ്ങളെ ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ മണ്ടത്തരെല്ലാം ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഈ ക്ലാസ് കേട്ടപ്പോൾ നമുക്കൊന്ന് സ്വയം ഒന്ന് നോക്കാൻ തോന്നി. ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എന്തൊക്കെ നമ്മളിൽ നല്ല കാര്യങ്ങളുണ്ട് ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ മാമിന്റെ ആ ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്കൊന്ന് സ്വയം ഉള്ളിലേക്ക് നോക്കാൻ പറ്റി. അപ്പൊ നമ്മളെ പറ്റി വിചാരിക്കുന്നത് ആയിരിക്കണം എന്നില്ല പുറമേ ഉള്ളവർക്ക് തോന്നുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കും നമുക്ക് അതൊക്കെ ഉണ്ട് എന്ന്. അങ്ങനെയുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു ക്ലാസ് ആയിട്ട് തോന്നി. ഇതില് എനിക്ക് തോന്നുന്നു നമുക്ക് അഥവാ നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളും നമുക്ക് ഒന്നുകൂടി ഓർമ്മിപ്പിച്ച് അത് നന്നാക്കി എടുത്താല് നമ്മളെ കൊണ്ട് പുറമേ ഉള്ളവർക്കും ഒരു നല്ലതായിട്ട് പുറമേ ഉള്ളവരെ അലോസരപ്പെടുത്താതെ നമുക്ക് ജീവിതം മുന്നോട്ടുണ്ടാകാൻ പറ്റും തോന്നുന്നു. നല്ലൊരു ക്ലാസ് തന്നതിന് മാമിന് താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. ഇനി ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? രമാദേവി മാം, ആർക്കും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പറയണേ. എനിവേ, താങ്ക് യു മാം. വളരെ മനോഹരമായ ഒരു കാര്യം, പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യം. ഇന്നത്തെ ഈ തിരക്കിനിടയിൽ ഇതുപോലെ ആതിഥ്യ മര്യാദകളൊക്കെ കാണിക്കുക എന്ന് വെച്ചാൽ പൊതുവെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ഒമാർ സാറാന്ന് പറഞ്ഞ പോലെ കുട്ടിക്കാലം മുതൽ നമ്മൾ ശീലിച്ചതാണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ അനുവർത്തിക്കും. ഇന്ന് നമ്മളുടെ പുതിയ തലമുറയൊന്നും നമ്മളിത് കൃത്യമായിട്ട് ശീലിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം പറയാൻ. അതിനുള്ള സമയം പോലും പലപ്പോഴും മാതാപിതാക്കൾക്ക് കിട്ടാറില്ല. എല്ലാം ഒരു ഓട്ടപ്രദക്ഷിണമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സദാചാര മര്യാദകളൊന്നും തന്നെ പൊതുവെ കൽപ്പിക്കപ്പെടാറില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ ജനറേഷൻ ഗ്യാപ്പ് കൊണ്ട് പലപ്പോഴും ഇതൊന്നും അംഗീകരിക്കപ്പെടാറുമില്ല. അതുകൊണ്ട് ഇത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. അപ്പോൾ മാമിൻ്റെ ഈ സെഷൻ വളരെ പ്രയോജനകരമായിരുന്നു എന്ന് പ്രത്യേകിച്ച് എല്ലാവരും പറഞ്ഞതിൽ നിന്നൊക്കെ ക്ലിയർ ആയി. ഓക്കെ, അപ്പോൾ വേറെ ആർക്കെങ്കിലും കൂടെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നോമന മാമിനൊന്ന് കൺക്ലൂഡ് ചെയ്യാം. താങ്ക് യു സർ. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ ചിലപ്പോൾ മറന്നു പോകുന്ന കുറെ കാര്യങ്ങൾ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ അടിവരയിട്ട് പറയാൻ തോന്നിയത് വീടുകളിൽ എന്തും ആകാം എന്നുള്ള ആ ഒരു സ്വഭാവം മാറ്റിയെടുത്താൽ നമുക്ക് പുറത്തിറങ്ങിയാലും ഡീസൻ്റ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ.
നമ്മൾ എന്തിനാ ഇങ്ങനെ ആത്മാർത്ഥത ഇല്ലാതെ ജീവിക്കുന്നത്? പുറത്ത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ആളുകളെ റോഡ് ക്രോസ് ചെയ്യാനും ഒക്കെ സഹായിച്ചേച്ച് വീട്ടിൽ വന്ന വീട്ടിലുള്ള ആളുകളോട് മോശമായിട്ട് പെരുമാറുന്ന ആ ഒരവസ്ഥ ഒഴിവാകണം. കാരണം നമ്മൾ അങ്ങനെ കാണുന്നുള്ളൂ നമ്മുടെ ചുറ്റും. അതുകൊണ്ടാണ്. പിന്നെ കുഞ്ഞോയി സാറ് പറഞ്ഞ പോലെ ഒരു നമ്മൾ ഡ്രസ്സിന്റെ കാര്യം, അത് ഒരു കഷ്ടമാണത്. നമുക്ക് എപ്പോഴും അങ്ങനെ സാധിച്ചു എന്ന് വരികയില്ല. നമ്മൾ ചില സമയങ്ങളിൽ നമുക്ക് പറ്റിയെന്ന് വരികയില്ല. വയലിൽ നിന്നൊക്കെ കയറി വരുന്ന വരവിന് നല്ല ഷർട്ടും മുണ്ടും എടുത്തിടാനൊന്നും പറ്റണമെന്നില്ല. അത് മനസ്സിലാകുമല്ലോ. അത്യാവശ്യ സമയങ്ങളിൽ നമ്മൾ ആളുകൾ വരുന്നു എന്ന് കണ്ടാൽ നമ്മൾ അവരെ സ്വീകരിക്കാൻ റെഡിയായിരിക്കുന്ന ഒരവസ്ഥ കാണിക്കുകയാണ്. അവരോടുള്ള ബഹുമാനം കാണിക്കലാണത്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. അടുത്ത ജന്മത്തില് ശുദ്ധാനന്ദ ഡോക്ടർ ജപ്പാനിൽ പോകുമ്പോൾ ഞങ്ങൾ എന്തായാലും വരും. കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. എവിടെയാ ജനിക്കണ്ടേന്ന് ഇപ്പൊ മനസ്സിലായി. ഇപ്പോഴാ തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒറ്റയ്ക്ക് വിടത്തില്ല എന്തായാലും. ഓക്കെ, അപ്പൊ താങ്ക് യു മാം. താങ്ക് യു എല്ലാവർക്കും ഒരിക്കൽ കൂടി. നാളെ നമുക്ക് തിരുക്കുറൾ 102ാമത്തെ സെഷൻ കേൾക്കാം. സോ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സി യു. ബൈ. ഗുഡ് നൈറ്റ്.